ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ടെക്നോളജി വികസനത്തിലൂടെ മനുഷ്യന് കൈവല്യമാക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് അഹന്തയോടെ അഹങ്കാരത്തോടെ അന്ധമായി പറയുന്ന കാലമാണ്. ഏത് സമയത്തും മനുഷ്യന് പരിധിയുണ്ട് എന്ന് അള്ളാഹു എത്ര തെളിയിച്ചാലും പിന്നെയും അഹങ്കാരത്തിന്റെ ചിറക് വിടർത്തി ഇനിയൊന്നുമില്ല, എല്ലാം ഞങ്ങൾക്കുള്ളിലുണ്ട് എന്ന് പാഠങ്ങൾ പഠിക്കാതെ പിന്നെയും മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിക്കുന്ന കാലമാണ്. ട്രംപ് ഒരാഴ്ചക്കുള്ളിൽ ഏറ്റവും വലിയ വീമ്പിളക്കിയപ്പോൾ അതേ നാണയം കൊണ്ട് അള്ളാഹു അവരെ അദാബിലാക്കിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതേ ഉപയോഗിച്ച വാക്കും അഗ്നിക്കിരയാക്കുമെന്നാണ്. ആ വാക്ക് നേരെ തിരിച്ചടിച്ചിരിക്കുകയാണ്. പാഠം ഉൾക്കൊള്ളുന്ന കുറച്ചാളുകൾ ഉണ്ടാവും. ഏത് വിഷയത്തിലും അങ്ങനെയാണ്. ഫിർഔൻ വലിയ അഹങ്കാരത്തോടുകൂടി വലിയ വലിയ വാക്കുകളൊക്കെ പറയും. ഞാനാണ് വലിയ പടച്ചവൻ എന്ന് വരെ ആ മനുഷ്യൻ പറഞ്ഞു. അഹങ്കാരം നാലൈറ്റമാണ്. ഒന്നൊരാൾക്ക് തോന്നുന്ന അള്ളാനേക്കാളും വലുതാണെന്ന്. അതാണ് ഈ ഫിർഔന്റെ അഹങ്കാരം. അത് ഇബ്ലീസ് പോലും അവകാശപ്പെട്ടിട്ടില്ല. മനുഷ്യനാണ് ഏറ്റവും വലിയ അഹങ്കാരം വാദിച്ചത്. അത് ഫിർഔനാണ്. അള്ളാനേക്കാളും വലിയ ആളാന്ന് പറയാം. അന റബ്ബുക്കുമുൽ അഅല. ചില ആളുകൾ പറഞ്ഞു ഈ നദികളും പുഴകളൊക്കെ അള്ളാഹുവിന്റെ ഇംഗിത പ്രകാരമല്ലേ ഒഴുകുന്നത്, അത് നിങ്ങളുടെ തീരുമാന പ്രകാരമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അവൻ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു എല്ലാ പുഴയും നദിയും സമുദ്രവും എന്റെ ഇംഗിത പ്രകാരമാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞു. എങ്ങോട്ട് കൈ ചൂണ്ടിയിട്ടാണോ പറഞ്ഞത് ആ വെള്ളത്തിൽ വെച്ചിട്ടാണ് അവനെ മുക്കിക്കൊന്നത്. ചില വാക്കുകൾ അതേ അർത്ഥത്തിൽ തിരിച്ചടിക്കും. എന്നാൽ എല്ലാ പരീക്ഷണങ്ങളും ഒരു മനുഷ്യനെ അല്ലാഹു തആല കൈയൊഴിച്ചു എന്നതിന്റെ തെളിവല്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല രാജാധികാരത്തിലേക്ക് ഉയർത്താനാണ് തീരുമാനിച്ചത്. അതിന് നേരെ അങ്ങോട്ട് ഉയർത്തല്ല ചെയ്തത്. ആദ്യം പൊട്ടങ്കന്റെ കൊണ്ടിട്ടു. കൊട്ടാരത്തിന്റെ അധിപനാക്കാൻ വേണ്ടി ചെയ്തത് നേരെ കൊട്ടാരത്തിൽ കൊണ്ടുപോയില്ല. ആദ്യം പൊട്ടങ്കറ്റിലാ കൊണ്ടുപോയിട്ടത്. പൊട്ടങ്കിണറ്റിൽ നിന്ന് ബക്കറ്റിലേക്ക് കയറി, ബക്കറ്റിൽ നിന്ന് മാർക്കറ്റിലേക്ക് എത്തി, മാർക്കറ്റിൽ നിന്ന് ജയിലിലെത്തി, ജയിലിൽ നിന്നാണ് പിന്നെ രാജാവായത്. അതും അള്ളാന്റെ ഒരു പണിയാണ്. പരീക്ഷണങ്ങളെല്ലാം അള്ളാഹു വെറുത്തിട്ടാണ് എന്ന് മനസ്സിലാക്കൽ ഏറ്റവും വലിയ മൗഢ്യമാണ്. നബിയുല്ലാഹി യാക്കൂബ് നബി അലൈഹി ഇസ്ലാം 80 കൊല്ലമാണ് ഒറ്റ കാര്യത്തിന് വേണ്ടി നിതാന്തമായി നിരന്തരമായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കരച്ചിലിന്റെ ഊക്കുകൊണ്ട് കണ്ണിന്റെ കാഴ്ച പോലും പോയി എന്ന് ഖുർആൻ പറയുകയാണ്. 80 കൊല്ലം. 80ാമത്തെ കൊല്ലത്തില് ഒരു കുട്ടി പോയതിന്റെ പേരിലാണ് ഈ ദ്വാരക്കണത്. രണ്ടാമത്തെ കുട്ടിയെയും കാണാനില്ലാതായി. അത് കൊട്ടാരത്തിൽ പിടിച്ചു വെച്ചാണ്. അപ്പോഴാണ് മക്കൾ വന്നിട്ട് രണ്ടാമത്തെ ആളെയും പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് 2 കുട്ടികളും. അപ്പൊ നമ്മളെന്താ പറയാ, ദ്വാരന്നിട്ട് നേരെ തല കീഴായിട്ടാണല്ലോ കാര്യങ്ങൾ വരുന്നത്. എനിക്കിതിനാവൂലെന്ന് നമ്മൾ പറയാ. ഇതൊരു നബിയായിരിക്കെ 80ാമത്തെ കൊല്ലത്തിൽ രണ്ടാമത്തെ മോനെയും പിടിച്ചു വെക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ കൂടെയുള്ള തന്റെ മക്കളോട് പറഞ്ഞത്, മക്കളെ രണ്ടാളിൽ തെരഞ്ഞു പോയിക്കോളി, അള്ളാന്റെ റഹ്മത്തിൽ നിരാശ വേണ്ട എന്നാണ്. നിരാശ അവിശ്വാസത്തിന്റെ ഉൽപ്പന്നമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിരാശ എന്നത് അവിശ്വാസത്തിന്റെ ഉൽപ്പന്നമാണ്. ഇന്ന് വസ്വാസുകളുടെ ലോകമാണ്. ഇന്നലെ ഞാന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ ഒരാൾ എനിക്ക് വിളിച്ചു ചോദിച്ചു, എല്ലാ തീരുമാനം അള്ളാന്റെ അല്ലേ ഉസ്താദെ, പിന്നെ നമുക്ക് എന്ത് ചോയ്സാ ഉള്ളതെന്ന് ചോദിച്ചു. അതേ ചോദ്യം ഇന്നും ഒരാൾ ചോദിച്ചു അങ്ങോട്ട് വരുമ്പോ. ഇന്നലെ ചോദിച്ച യുക്തിവാദിയാണ്. ഇന്ന് ചോദിച്ച ആള് തുടങ്ങുമ്പോ തന്നെ പറഞ്ഞത് ഞാൻ യുക്തിവാദി ഒന്നും അല്ലാന്ന. അതിൽ തന്നെ ഒരു സൂചന ഉണ്ടല്ലോ, പൂർണ്ണ മുസ്ലിം അല്ല എന്ന്. ഇതേ ചോദ്യം ഇന്നലെ പറഞ്ഞ ആളോട് പറഞ്ഞ മറുപടിയല്ല ഇന്നുള്ള ആളോട് ഞാൻ പറഞ്ഞത്. ഒരാളുകളുടെയും യോഗ്യത നോക്കിയിട്ടല്ല മറുപടി പറയാം. ഇന്നലെ എന്നോട് ചോദിച്ച ആളോട് ഞാൻ പറഞ്ഞു, ഖദർ ഖലാ എന്നത് ഈമാൻ കാര്യത്തിൽ 6ാമത്തെ കാര്യമാണ്. ഏതൊരു വിഷയം പഠിക്കുമ്പോഴും 6ാമത്തെ അല്ല തുടങ്ങുക, 1ാമത്തിന്റെ അവിടുന്ന് തുടങ്ങുക. അങ്ങനെ 6ാമത്തിൽ ലാസ്റ്റ് മുതലാണ് വിഷയം പഠിക്കുക. പോലീസുകാർക്കും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്കും ക്ലാസ് എടുക്കുന്ന എന്റെ ആത്മസുഹൃത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്.
ലാസ്റ്റ് മുതലാണോ പാഠം തുടങ്ങുക? ആദ്യം മുതലല്ലേ? അത് ആർക്കാ അറിയാത്തത്? അൽ ഖദറു അൽ ഖൈറു വശർറു കുല്ലു മിനല്ലാഹ്. ഇത് 6-ാം നമ്പറാണ്. 6-ാം നമ്പർ മുതൽ തുടങ്ങിയാൽ അപകടമാണ്. നേരെ മറിച്ച് 1-ാം നമ്പർ അള്ളയാണ്. അള്ളാനെ പഠിച്ചാൽ പിന്നെ 6-ാമത്തേൽ സംശയം വരൂല. അള്ള എന്താണെന്നാണ് പഠിച്ചാൽ മതി. എന്നാ പിന്നെ 6-ാമത്തേൽ സംശയം വരൂല. അത് പഠിക്കാതെ തുടങ്ങരുത്, അപ്പൊ സംശയം നിൽക്കൂല. ഇന്ന് എന്നോട് അതേ ചോദ്യം ചോദിച്ച ഒരാൾക്ക് ഞാൻ വേറൊരു ഉദാഹരണത്തിലൂടെ മറുപടി അറിഞ്ഞപ്പോ എന്റെ കൂടെയുള്ള കുട്ടികളൊക്കെ കേട്ടതാ. അയാൾ പറഞ്ഞു എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി എന്ന് പറഞ്ഞു. ഞാനിത് എന്തിനാ എടുത്ത് ഉദ്ധരിക്കുന്നത്? ഇവിടെ ലൈവായി പരിപാടി പോകുന്നുണ്ട്, ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാവും, അതിനു വേണ്ടിയാ. ഇന്ന് വസ്വാസുകളുടെ കാലമാണ്. ഇതെല്ലാം ഇരച്ചു കയറുന്നത് വലിയ സുനാമിയായി ഹൃത്തടത്തിലേക്കാണ്. ഈമാൻ തകർക്കുന്ന വസ്വാസുകളുടെ സുനാമിയും ഭൂകമ്പവുമുള്ള കാലമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, കേൾവിയും കാഴ്ചയും നിയന്ത്രിക്കണേ. നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെ അതിന് ശത്രുക്കൾ വിളംബരം ചെയ്യുന്നത് കേൾക്കരുത്. പഴച്ചു പോകും മോനെ, പഴച്ചു പോകും മോളെ. അവിടെയാണ് നമ്മൾ ദീനിനെ കുറിച്ച് പറയുന്നത്, ഹബീബിനെ പ്രകീർത്തിക്കുന്നത്. ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന വിഷയത്തിൽ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് പക്ഷാന്തരമില്ല. കാരണം ഈ പദാർത്ഥ ലോകത്ത് ഒരു വസ്തുവും തന്നെ സ്വയം ഇന്ന് വരെ ഭൂവായിട്ടില്ല. ഏതൊരു ചെറിയ സാധനത്തിന്റെ പിറകിലും ഒരു ശില്പി ഉണ്ടെങ്കിലോ, വ്യവസ്ഥാപിതമായി സുശക്തമായി പ്രവർത്തിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ പിറകിൽ ഒരു ശക്തിയില്ല എന്ന് വിശ്വസിക്കാൻ യുക്തിക്ക് വ്യാധി പിടിച്ച യുക്തിവ്യാധിക്കല്ലാതെ ഒരു യുക്തിവാദിക്ക് സാധ്യമല്ല. ഉണ്മ തന്നെ 3 രീതിയിലാണ്. ഉണ്മ 3 ഉണ്ട്, ഉജൂദ് 3 ഉണ്ട്. ഒന്നേതാ? ഉണ്ടാവൽ നിർബന്ധമുള്ളത്. 2 ഉണ്ടാവാനോ ഉണ്ടാവാതിരിക്കാനോ സാധ്യത ഉള്ളത്. 3-ാമത്തേത് ഉണ്ടാവാൻ പാടില്ലാത്തത്. ഇതാർക്കും അറിയുന്ന കാര്യമാണ്. 1 ഉണ്ടാവൽ നിർബന്ധമുള്ളത്, 1 ഉണ്ടാവാതിരിക്കാം. അതാണ് ഈ പദാർത്ഥ ലോകം. ഇത് ഉണ്ടാവൽ നിർബന്ധമല്ല, ഉണ്ടായി കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? ഉണ്ടാവേണ്ടതില്ല, ഉണ്ടാവാതിരിക്കാം. നമ്മളൊരു ത്രാസങ്ങനെ പിടിച്ചാൽ 2 തട്ട് അത് സെയിമായിട്ട് സമാസമായിട്ട് നിൽക്കും. 1 താന്നാൽ മനസ്സിലായി അവിടെ ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ട്. ആർക്കാണ് തിരിയാത്തത്? ഇത് ഏത് ചെറിയ LKG കുട്ടികൾക്ക് മനസ്സിലാവൂലേ ഈ കാര്യം? നമ്മളിങ്ങനെ പിടിച്ചത് 2 തട്ട് ഒരേപോലെ നിൽക്കുകയാണ്. 2-ാൽ 1 താന്നാ മനസ്സിലായി അവിടെ ആരോ ഒരാൾ പണിയെടുത്തിട്ടുണ്ട് എന്ന്. ലോകം ഉണ്ടാവാതിരിക്കാം, അവിടെ ഉണ്ടായി. അപ്പോൾ ബിഗ് ബാങ് തിയറിന്റെ പിറകിൽ ഒരാളുണ്ട്. അപ്പോ ഈ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുള്ള ഉണ്ടായി. ഇനി ഉണ്ടാവാൻ പാടില്ലാത്ത ഒന്നുണ്ട്, അത് ഉണ്ടാവാൻ പാടില്ല. ഏതാണത്? വൃത്താകൃതിയിലുള്ള ത്രികോണം എവിടുന്നെങ്കിലും കിട്ടുമോ? വാങ്ങിത്തരുമോ? വൃത്താകൃതിയിലുള്ള ത്രികോണം വാങ്ങിത്തരോ? 1 കോടി റുപ്യ വാങ്ങിത്തരുമോ? എന്താ ഓപ്പറേറ്റർ ഒന്ന് സഹകരിക്കാത്ത? വാങ്ങിത്തരുമോ? ഈ മൈക്ക് ഒരേ സമയം സംസാരിക്കാതിരിക്കുക. ഒരേ ദിവസം വെള്ളിയാഴ്ചയും ശനിയാഴ്ച ആവുക. ഒരേ സമയം രാത്രിയും പകലും ആവുക. ഇത് ഉണ്ടാവൂല. അത് ബുദ്ധിപരമായിട്ട് അസംഭവ്യമാണ്. അപ്പൊ 2 ഒന്ന് ഉണ്ടാവാതിരിക്കാം, 2 ഉണ്ടാവാൻ പാടില്ലാത്ത. ഇനി 1 ബാക്കിയില്ലേ? ഏതാ? ഉണ്ടാവൽ നിർബന്ധമുള്ളത്. ആ ഉണ്ടാവൽ നിർബന്ധമുള്ളതാണ് അല്ലാഹു 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 സ്വലവാതി അലാ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി അസ്സലാമു അലൈക സൈനൽ അംബിയാഇ അസ്സലാമു അലൈക അത്ഖൽ അത്ഖിയാഇ
അല്ലാഹു 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 അല്ലാഹു. ഇന്നിങ്ങോട്ട് വരുന്ന സമയത്ത് എന്നോട് സംശയം ചോദിച്ച ആള് വയനാട്ടുകാരനാണ്. അദ്ദേഹം ബാംഗ്ലൂരിൽ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ആ കുട്ടിയോട് ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു, മോനെ, നീ പഠിക്കാതെ ശത്രുക്കൾ കൊഞ്ഞനം കാണിച്ച് സോഷ്യൽ മീഡിയയിലൂടെ തുപ്പുന്നത് കേട്ട് നീ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നീ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തെറിച്ചു പോയാൽ തന്നെ നഷ്ടം നിനക്കാണ് മോനെ. ഇസ്ലാമിന് നഷ്ടമില്ല, ഉസ്താദുമാരായ ഞങ്ങൾക്ക് നഷ്ടമില്ല, നഷ്ടം നിനക്കാണ്. നിനക്ക് മറുപടി ദായിക്കുന്ന വല്ല സംശയമുണ്ടെങ്കിൽ നിന്റെ സംശയം കഴിഞ്ഞിട്ട് മൊബൈൽ വെച്ചാൽ മതി. ഞാൻ ഇന്നലെ ഉറങ്ങാത്തവനാണ്, നിനക്ക് വേണ്ടി ഉറക്കൊഴിച്ച് പറയാൻ തയ്യാറാണ്. പക്ഷേ പഠിക്കാതെ യുക്തിവാദികളുടെ പ്രസംഗം കേൾക്കാൻ പോകല്ലേ, ഖുർആനിന്റെ ശത്രുവാവല്ലേ, മുത്ത് റസൂലുള്ളാഹിനെ വിമർശിക്കല്ലേ. ഇത് വസ്വാസിയുടെ സുനാമിയുള്ള കാലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത്, ഈ പ്രപഞ്ചത്തിന്റെ പിറകിൽ ഒരു സൂത്രധാരകനായ ശില്പിയുണ്ട് എന്നത് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും നിഷ്പ്രയാസം സ്പഷ്ടമാക്കുന്ന പരമസത്യമാണെങ്കിൽ, രണ്ടാമത്തൊരു നമ്പറുണ്ട്, ആ ഖാലിഖായ അല്ലാഹ്. അവന് പറയാനുള്ളത് നമ്മളോട് പറഞ്ഞിരിക്കുമല്ലോ. അതിന് വല്ല ഗ്രന്ഥങ്ങളും ഉണ്ടോ? ആ ഗ്രന്ഥത്തിന് വല്ല അധ്യാപകരുമുണ്ടോ എന്ന് അന്വേഷിക്കലാണ് രണ്ടാമത്തെ കടമ. അങ്ങനെ റബ്ബുണ്ടെങ്കിൽ ആ റബ്ബ് നമ്മളോട് പലതും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അല്ല ഒളിഞ്ഞിരിക്കൂലല്ലോ, പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ആ പറഞ്ഞ ഗ്രന്ഥമുണ്ടോ? ആ ഗ്രന്ഥത്തിന് ഒരു അധ്യാപകനുണ്ടോ എന്ന് ചിന്തിക്കണമല്ലോ. അങ്ങനെയല്ലേ മനുഷ്യൻ വേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഈ ഗോളാകൃതിയിലുള്ള ഭൂമിയിൽ 1500 കൊല്ലമായി ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കപ്പെടുന്ന ഒരു പേരുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത കോടാന കോടി പേരുകളിലോ ദൈവത്തിന്റെ നിയോഗമാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഒരു വ്യക്തിയുടെ പേര് സദാ അന്തരീക്ഷത്തിൽ ഉറക്കെ പറയപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കോ, ഇത് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയതല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആജ്ഞാപനമല്ല. ഇത് തുടങ്ങിയിട്ട് 1500 കൊല്ലമായി. ഇടതടവില്ലാതെ ഉച്ചസ്ഥരം അന്തരീക്ഷത്തിലേക്ക് ഉറക്കെ പ്രഖ്യാപിക്കപ്പെടുന്ന പേരാണ്. എന്താണ് മുഹമ്മദ് എന്ന് പേര് മാത്രം ഇങ്ങനെ എപ്പോഴും പ്രഖ്യാപിക്കപ്പെടാ. ഇവിടെ ളുഹറായാൽ മറ്റൊരു സ്ഥലത്ത് അസ്റ, ഇവിടെ അസ്റായാൽ വേറെ സ്ഥലത്ത് മഗ്രിബാ. ഗോളാകൃതിയിലുള്ള ഭൂമിയിലോ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയപ്പെടാത്തൊരു സെക്കൻഡില്ല. وضم الإله اسم النبي باسمه إذا قال في الخمس المؤذن أشهد. അള്ളാനെ പറയപ്പെടുന്ന സ്ഥലത്തെല്ലാം, പ്രത്യേകിച്ച് ബാങ്കിലോ റസൂലുള്ളാഹിനെ പറയപ്പെടുകയല്ലോ. ഒരു വ്യക്തിയുടെ വിഷയത്തിൽ മാത്രം റബ്ബിനിങ്ങനെ ഒരു തീരുമാനമുണ്ടാവാ. എന്താണ് കാരണം മോനെ? അപ്പൊ ആ വ്യക്തിയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നതാണ്. ആ ചരിത്രമാണെങ്കിലോ ഇങ്ങനൊരു വ്യക്തിയെ ലോകം കാത്തിരിക്കുന്ന കാലമാണ്. മക്കായുടെ ചരിത്രം വായിച്ചാൽ അറിയാം. മുസ്തഫ നബി മക്കയിൽ ജനിക്കുന്ന സമയത്ത് അവിടെ 17 മുഹമ്മദ് എന്ന പേരുള്ള കുട്ടികളുണ്ട്. എന്താണ് മുഹമ്മദ് എന്ന പേരുള്ള കുട്ടികൾ 17 എണ്ണം ഉണ്ടാവാൻ കാരണം? അവരെല്ലാവരും കാത്തിരിക്കുന്നൊരു പ്രവാചകനുണ്ട്. അത് അന്ത്യപ്രവാചകനാണ്. പേര് മുഹമ്മദാ. ജനിക്കുന്നത് മക്കയിലാണ്.
അപ്പോൾ ആ കുട്ടി എന്റെ കുട്ടിയാവട്ടെ എന്ന വ്യാമോഹത്തിലൂടെ ഓരോ തറവാട്ടുകാരോ ഗർഭിണിയായ പെണ്ണിനെ പറക്കുന്നത് ആണായ മുഹമ്മദ് എന്ന പേരിടാൻ തീരുമാനിച്ചു എന്ന അർത്ഥത്തിൽ വരെ ജനങ്ങൾ കാത്തിരിക്കുന്ന നേതാവാ. ഇങ്ങനൊരു നേതാവ് ലോകത്തുണ്ടോ? അപ്പൊ ഇതുവരെ ആളും കണ്ട് പുറത്തു വന്നിട്ട് കുറച്ച് അത്ഭുതങ്ങൾ കാണിച്ചിട്ട് ഞാൻ നബിയെന്ന് പറഞ്ഞ ആളല്ല. ഈ ആളെ ലോകം കാത്തിരിക്കാണ്. യുക്തിവാദികൾ വായിച്ചിട്ടില്ല, ചരിത്രം പഠിച്ചിട്ടില്ല. ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ ഈ സത്യത്തിലേക്ക് അള്ളാഹു സൂചിപ്പിച്ചു. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹും. സ്വന്തം വാപ്പാക്ക് മക്കൾ അറിയും പോലെ, അല്ലെങ്കിൽ മക്കൾക്ക് വാപ്പായ അറിയും പോലെ ഈ ആള് അന്ത്യദൂതരാണ് എന്ന് കൃത്യമായി പാണ്ഡിത്യമുള്ള മുഴുവൻ ആളുകൾക്കും മക്കയിലും മദീനയിലും അറിയാമെന്ന് ഖുർആൻ അടയാളപ്പെടുത്തുകയാ. അതാണ് ഇയാള്. പോരാ, എന്നിട്ട് 40 കൊല്ലം ഞാൻ നബിയാന്ന് പറഞ്ഞില്ല. ഇങ്ങനെ ഒരാളുണ്ടോ? 63 വർഷം ജീവിച്ചിട്ട് 40 വർഷം ഞാൻ നബിയാണെന്ന് പറഞ്ഞില്ല. അത് 23 കൊല്ലേ പറഞ്ഞുള്ളൂ. കാരണം എന്താ? അവർ ഹബീബ നബിയുടെ ഏറ്റവും വലിയ പ്രൂഫ് സത്യസന്ധമായ അന്തസ്സുള്ള ആയുസ്സ. അതവരെ മുമ്പിൽ പറഞ്ഞിരുന്നു. ഒരു തമാശക്ക് പോലും ഒരാളോടോ ഒരു സഭയോടോ രാത്രിയോ പകലോ ഞാൻ നിങ്ങളോടൊരു കളവ് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ? കട്ടുമുടിച്ചിട്ടുണ്ടോ? കരിഞ്ചന്ത നടത്തിയിട്ടുണ്ടോ? വഞ്ചന നടത്തിയിട്ടുണ്ടോ? 40 കൊല്ലം നിങ്ങളുടെ ഇടയിലുണ്ടായിട്ട് ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചിട്ടുണ്ടോ? ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ടോ? ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടോ? എത്രയോ ഗോത്രക്കാര് പറക്കുന്നത് പെൺകുഞ്ഞായാൽ ജീവനോടെ കുടിച്ചു മൂടുന്നത് ഹോബിയാക്കിയ കാലത്ത് ഞാനൊരു പെൺകുഞ്ഞിനെ കൊന്നിട്ടുണ്ടോ? നിങ്ങൾക്കാർക്കെങ്കിലും പൈസ തരാനുണ്ടോ? ജാഹിലിയ കൾച്ചറിന്റെ നീചമായ എന്തെങ്കിലും ഒന്ന് അശേഷം എന്റെ ജീവിതത്തിൽ സ്പർശിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ വെല്ലുവിളിക്കുന്നത്? പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ വിമർശിക്കുന്നത്? പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ അപജയപ്പെടുത്തുന്നത്? പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത്? പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ പരിഹസിക്കുന്നത്? പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കടിച്ചു തുപ്പുന്നത് എന്നത് ബുദ്ധിയുള്ള ആളുകൾക്ക് മുമ്പില് സുശക്തമായൊരു ചോദ്യചിഹ്നമാണ്. ഈ ചോദ്യചിഹ്നത്തിന്റെ മുമ്പില് അബൂജാഹിൽ മുട്ടുകുത്തുകയാ, ഉത്ബത്ത് തളർന്നു പോവുകയാ, ശൈബത്ത് തകർന്നു പോവുകയാ, എല്ലാ അഹങ്കാരികളും പിന്നോട്ടടിക്കുകയാ. മുത്തു മുസ്തഫാന്റെ ഏറ്റവും വലിയ പ്രമാണം അവിടുത്തെ സത്യസന്ധതയാ. രണ്ട് മൂന്ന് മുസ്തഫ നബിയുടെ നാട് മക്കയാണ്. അത് അന്നും മക്കയാണ്, ഇന്നും മക്കയാണ്. 1500 കൊല്ലം പേര് മാറാത്തൊരു ഊര് ലോകത്ത് നിങ്ങൾ വേറെ കാണിച്ചു തരുമോ? അമേരിക്ക പേരെന്നാ വന്നത് വായിച്ചു നോക്ക്. ലോകത്തെ എല്ലാ രാഷ്ട്രവും അങ്ങനെയാണ്. മക്ക മദീനയല്ലാതെ 1500 കൊല്ലമായി ആ പേരിൽ അറിയപ്പെടുന്ന ഒരു നാടുണ്ടെങ്കിൽ പറ, വായിച്ചു പറ. അതുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക് വേണ്ടിയാ പറയും. മക്ക അന്നും മക്ക, മക്ക ഇന്നും മക്ക, മക്ക എന്നും മക്ക. മദീന പഴയ കാലത്ത് യസ്രിബ്, പക്ഷെ മുത്തുനബിന്റെ എന്താ ഈ കുട്ടികളുണ്ടായ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. കുട്ടികളെ വലിയവർ നിയന്ത്രിച്ചില്ലെങ്കിൽ അവരിങ്ങനെ കഥാപ്രസംഗം പാട്ടും തുടങ്ങും. ആ കുട്ടികളെ ഒരു സ്ഥലത്ത് കൊണ്ടേയിരുത്തി ഇതൊക്കെ വലിയ ബാള. ഒരു സ്ഥലത്തിൽ ആദ്യം അതബ് കീപ്പ് ചെയ്യണം. അല്ല അതബില്ലാത്തൊരു പരിപാടിയും പറ്റൂല. മനസ്സിലായില്ലേ? ആ കുട്ടികളെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇരുത്തിന്ന്. എനിക്ക് വിഷയം അവതരിപ്പിക്കാൻ കഴിയില്ല. കാരണം ഈ ചവിട്ടിൽ ഇത് വന്നടിച്ചാൽ എന്റെ മടിയിലൊരു പേപ്പർ ഉണ്ടാവില്ല, ഡയറി ഉണ്ടാവില്ല, കിതാബ് ഉണ്ടാവില്ല. ഇത് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് പറയണതാ. വളരെ സൈലന്റ് ആണ്. നമുക്ക് പിന്നെ ഒരു പറച്ചിലുണ്ട്, ഒക്കെ കുട്ടികളല്ല എന്നാണ്. അതാണ് ഇപ്പൊ കുട്ടികൾ ഇങ്ങനെ ആകാൻ. ഈ കുട്ടികളല്ലേ ഞാൻ പറഞ്ഞു, പൊതുവെ അങ്ങനെ അതൊക്കെ കുട്ടികളല്ലേ എന്ന് അങ്ങനെ ഉണ്ടൊരു അതൊക്കെ കുട്ടികളെല്ലാം പറഞ്ഞിട്ട് കുട്ടികൾ ചെറുപ്പത്തിലെല്ലാം തന്നെ പഠിക്കാം. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഞാൻ ഇവിടെ അടുത്ത് ഒരു വലിയ ഡോക്ടറെ വീട്ടില് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോ എന്നെ വാതിനും ഉണ്ടായതായിരുന്നു.
ഓ, എനിക്ക് വല്ലാത്ത സന്തോഷമായി. അതേ ഇങ്ങനെ പേരക്കുട്ടിന്റെ കൈമക്കാണ് എന്നോട് സംസാരിക്കുമ്പോൾ നോക്കണ് ഭക്ഷണം കഴിക്കുമ്പോ. എന്താ പേരക്കുട്ടിന്റെ കൈമക്ക് നോക്കാൻ കാരണം? അവള് വലത്തെ കൈ കൊണ്ടാണോ ഭക്ഷണം തുടങ്ങുന്നത്? അത് കഴിഞ്ഞപ്പോ ചുണ്ടുമൊക്കെ കൊണ്ട് ബിസ്മില്ലുണ്ടോന്നാ. വലിയൊരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ അദ്ദേഹമാണ് തലവൻ. കേറാനുള്ള സാധനം കയറിയാ പിന്നെ ഏത് ഫീൽഡാണെങ്കിലും സുന്നത്ത് കീപ്പ് ചെയ്യും. അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് കണ്ടോ, ഞങ്ങളൊരു യാത്രയിലുണ്ടായിരുന്നു. ആ യാത്രയിൽ ഏറ്റവും കൂടുതൽ സുന്നത്തിൽ ശ്രദ്ധിച്ചിരുന്ന ആൾ അദ്ദേഹമാണ്. നാട്ടിൽ വന്ന കാക്കിയാണ് ആ സമയത്ത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. തെക്കമ്പാത്ത് പോയാൽ അവിടെ കോഴിക്കോട് ജില്ല RDO മേധാവിയുണ്ട് നസീർ, എന്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ആ ഭാഗത്ത് പോകുമ്പോൾ രാത്രി താമസിക്കുക. അപ്പൊ എന്റെ കൂടെ അദ്ദേഹം കിടക്കും. കയ്യിൽ പച്ച തസ്ബീഹിന്റെ മാല പിടിച്ചിട്ടുണ്ടാവും. ഞാൻ രണ്ടാൾ ആദ്യം കിടക്കുമ്പോ എന്റെ കയ്യിൽ തസ്ബീഹ് മാല ഒന്നുമില്ല, ഞാൻ ചൊല്ലല, തസ്ബീഹ് അങ്ങനെ പിടിക്കലില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ 100 മണിയുടെ പച്ച തസ്ബീഹ് മാല ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ 100 സ്വലാത്തല്ലിട്ടാണ് കിടക്കല്. ആര് വലിയ ജില്ലന്റെ അധികാരിയാണ് ഈ പറയുന്നത്, ജില്ലന്റെ അധികാരി. കേരള മരുന്ന് കയറിയ ഒക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ ഇതിന്റെ അടുത്ത് സലാലയിൽ വാതിന് പോയപ്പോ ഒമാനില് വാതിങ്ങനെ തുടങ്ങിയ സമയത്ത് കുറച്ച് അറബികളൊക്കെ ഉണ്ട്. മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് പ്രസംഗിക്കുന്നത്. കുറച്ച് അറബികളുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ കാര്യ അദ്ദേഹമാണ് എന്റെ വാത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഖിറാത്ത് ഓതിയിട്ടാണ്, ഖിറാത്ത് നടത്തിയിട്ടാണ് അവിടെ പരിപാടി തുടങ്ങിയത്. വാളിന്റെ ഇടയിൽ ഒരാൾ കയറി വന്നു. ഒരു നല്ല തലക്കെട്ട് കെട്ടി ഊന്നുവടിക്ക് എടുത്തിട്ട് ഇത്തിരി പ്രായമുള്ള ഒരാളാണ്. ആൾ ഒരേ ഇരിപ്പിരുന്നിട്ട് എന്റെ വാള് ഏറ്റവും സെറ്റ് വരെ കേട്ടൊക്കെ കഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് എന്നെ അമ്മ വെച്ചിട്ടാണ് പോയത്. ഞാൻ പോയപ്പോ സംഘാടകരോട് ചോദിച്ചു അത് ആരാന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഒമാന്റെ ആരോഗ്യമന്ത്രിയാണെന്ന്. അറബ് നാട്ടിലെ ആരോഗ്യമന്ത്രി മലയാളി പൂരന്റെ പ്രസംഗം കേൾക്കാൻ മരുന്ന് കയറിയിക്കണ, അതാണ് സംഭവം. മരുന്ന് കയറിയിക്കണ. അള്ളാഹു നമ്മുടെ കൽബ് അള്ളാഹു ഹിദായത്ത് കൊണ്ട് ഉറപ്പിച്ചേറ്റെ. ഇങ്ങനെ ഒരു സൗന്ദര്യം സൗകര്യവും നിയമത്ത് നമുക്ക് കിട്ടിയിട്ട് ഇത് കളഞ്ഞു കുളിച്ചാല് നമുക്കൊന്ന് ചിരിച്ച് മരിക്കണ്ടേ? ഇവിടെ കുറെ ആളുകൾ വന്ന് പരീക്ഷ എഴുതി പോയി. ഇപ്പൊ എമ്മക്കാണ് പരീക്ഷ ആളുടെ സ്വാതന്ത്ര്യം ഉള്ളത്. ഇനി വേറെ കുറച്ച് ആൾക്കാരെ എഴുതാൻ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മാറിക്കൊടുക്കും. ഇതൊരു പരീക്ഷ ആളാണ്. കുറെ ആളുകൾ വന്ന് എഴുതി പോയി. ജയപരാജയം അള്ളാഹു കണക്കാക്കുന്ന ഡേറ്റിൽ പ്രഖ്യാപിക്കും. ഇപ്പൊ എഴുതുന്ന നമ്മളാണ്. ഇനി വേറെ ചില ആളുകൾ എഴുതാൻ വരാണ്ട്. ഇപ്പൊ നമ്മൾക്കാണ്. അത് നല്ലോണം കൃത്യമായിട്ട് എല്ലാം അഡ്രസ് ചെയ്തിട്ട് പരമാവധി പരിശ്രമിച്ചാൽ ജീവിതം ഇതല്ല, ഇത് അയ്യാമുൽ മൗത്താണ്, മരണത്തിന്റെ ദിനരാത്രങ്ങളാണ്. ഇത് ജീവിതമല്ല. ജീവിതം മരണത്തോടെ തുടങ്ങുന്നതാണ്. മരണം എന്നത് ജീവിതത്തിന്റെ മതിൽക്കെട്ടല്ല, യഥാർത്ഥ ജീവിതത്തിന്റെ വാതിൽ തുറക്കല. മരണമെന്നത് ജീവിതത്തിന്റെ മതിൽക്കെട്ടല്ല, യഥാർത്ഥ ജീവിതത്തിന്റെ വാതിൽ തുറക്കലാണ്. ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട എത്രയെത്ര പുസ്തകങ്ങളാ. മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ കണ്ണിന് മൂർച്ച കൂടുകയാ, കാതിന് മൂർച്ച കൂടുകയാ. ഇത് തന്നെയല്ലേ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞത്, ഫബസറുക്കൽ യൗമ ഹദീദ്, നിന്റെ കണ്ണ് ഇന്ന് ഇരുമ്പിനേക്കാൾ മൂർച്ചയുള്ളതാണ്. നരകത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞൊരു ആയത്ത് കേട്ടിട്ടല്ലേ ചിന്തകന്മാരിൽ ചില ഇസ്ലാമിലേക്ക് ആകർഷിച്ചത്? കുല്ലമാ നളജത് ജുലൂദുഹും ബദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. കത്തിക്കാളുന്ന ബീഭത്സകമായ നാരകീയ ജ്വാലയിൽ വലിച്ചെറിയപ്പെട്ട കാരങ്കൂസുകൾ അവിടെ വെച്ചുകൊണ്ട് കത്തിയമർന്നുകൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ ഖുർആന് പറയുകയാ, കുല്ലമാ നളജത് ജുലൂദുഹും, അവരുടെ തൊലികളെല്ലാം കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബദൽനാഹും ജുലൂദൻ ഗൈറഹാ, അവർക്ക് പുതിയ പുതിയ തൊലികൾ നമ്മൾ പകരമാക്കിക്കൊണ്ടിരിക്കുന്നതാ. തൊലികൾ കരിയുന്ന സമയത്ത് എന്തിനാണ് പുതിയ തൊലികൾ പകരമാക്കുന്നത്? ലിയദൂഖുൽ അദാബ്, നരകത്തിന്റെ കഠിനമായ ശിക്ഷ അവരെ രുചിക്കാൻ വേണ്ടിയാ. വേദന സംവേദിനി എന്ന സംവിധാനത്തെ കണ്ടുപിടിച്ച ആൾ ഇത് കേൾക്കാണ്. അന്ന് വരെ ലോകം വിശ്വസിന് തലച്ചോറുണ്ടെങ്കിൽ വേദന ആവുന്ന, തലച്ചോറുണ്ടെങ്കിൽ വേദന ആവുന്നാണ്.
ഒരു 10-60 കൊല്ലായിട്ടുള്ള വേദന സംവേദനി എന്നത് ഇറച്ചിയുടെയും എല്ലിന്റെയും ഇടയിൽ ഒരു വല പോലെയുള്ള ഒരു സാധനമുണ്ട്. അത് പോയാ വേദന അറിയില്ല. തൊലിയുടെ പുറത്ത്, തൊലിയുടെ നേരെ താഴെയായി ഇറച്ചിയുടെയും തൊലിയുടെയും ഇടയിലായുള്ളതാണ്. അത് ഇളകിപ്പോയാൽ വേദന അറിയില്ല. അതുകൊണ്ടാണ് ഉരുകിയാൽ നമ്മള് തീയിൽ ആക്സിഡന്റ് ആയ ഒരാളെ ആശുപത്രി കൊണ്ടായ ഡോക്ടർമാര് ചിലപ്പോ ഇങ്ങനെ സൂചിയായിട്ട് ഇങ്ങനെ കുത്തിവെക്കും. വേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഡോക്ടർ വരെ അൽഹംദുലില്ലാ എന്ന് പറയും. കാരണം പരിശോധിച്ചിട്ട് നമുക്ക് സുഖപ്പെടുത്തും. വേദന അറിയണ്ടല്ലോ. അപ്പൊ വേദന സംവേദനയ്ക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. വേദന അറിയുന്നില്ലെങ്കിൽ അവർ പറയും ഈശ്വരനോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും. കാരണം വേദന സംവേദന പോയിട്ടുണ്ട്. ജിൽദിന്റെ എമ്മാണ് ജുലൂദ്. അള്ളവിടെ പറയണത് എന്താണ്? കുല്ലമാ നളിജത്ത് ജുലൂദുഹും, അവരുടെ തൊലികൾ എന്ന് പറഞ്ഞാൽ അവിടെയാണ് വേദന സംവേദനയുള്ളത്. അത് ഉരുകിപ്പോയാൽ ബദൽനാഹും ജുലൂദൻ ഗൈറഹാ, പുതിയ പുതിയ വേദന സംവേദന നമ്മൾ പകരമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തിനു വേണ്ടി? ലിയദൂഖുൽ അദാബ്, അപ്പോഴാണ് നരകത്തിന്റെ കഠോരമായ വേദന അവർക്ക് രുചിക്കാൻ കഴിയുക. അപ്പോൾ വേദന സംവേദന ഇളകിപ്പോയാൽ പിന്നെ വേദന അറിയില്ല. ഇന്ന് 60 കൊല്ലത്തിനിടയിൽ മാത്രം ഗവേഷണത്തിൽ കണ്ടുപിടിക്കപ്പെട്ട പരമസത്യത്തിലേക്ക് ഖുർആൻ സൂചന പറയുകയാണ്. എന്നാൽ ഖുർആനോ വേദന സംവേദന പഠിപ്പിക്കാൻ ഒരായത്തും ഇറക്കിയിട്ടില്ല. ഈ കേട്ട ആളുകൾ അത്ഭുതപ്പെടുകയാണ്. ഞാനും അത് ഖണ്ഡിതമായി പറയുകയില്ല. പക്ഷെ ബുദ്ധിയുള്ള ആളുകൾക്ക് ഖുർആൻ ഒന്ന് പരിശോധിച്ചാൽ വാനശാസ്ത്രത്തിലേക്ക് സൂചനയുണ്ട്, ലൈംഗിക ശാസ്ത്രത്തിലേക്ക് സൂചനയുണ്ട്, സസ്യശാസ്ത്രത്തിലേക്ക് സൂചനയുണ്ട്, ഭുവനശാസ്ത്രത്തിലേക്ക് സൂചനയുണ്ട്, ഫിസിക്സിലേക്ക് സൂചനയുണ്ട്, കെമിസ്ട്രിയിലേക്ക് സൂചനയുണ്ട്, എല്ലാ ഗണിത ശാസ്ത്രത്തിലേക്കും സൂചനയുണ്ട്, മാനശാസ്ത്രത്തിലേക്ക് സൂചനയുണ്ട്. നക്ഷത്രങ്ങളെ കുറിച്ച് ഗാലക്സിയെ കുറിച്ച് കൃത്യമായ പാഠങ്ങളുണ്ട്. സൂര്യനെ കുറിച്ച് വ്യക്തമായ പരിചയപ്പെടുത്തലുണ്ട്. സസ്യലതാദികളെ കുറിച്ച് കൃത്യമായ അധ്യാപനമുണ്ട്. വൃക്ഷങ്ങളെ കുറിച്ച് ചരിത്രങ്ങളുണ്ട്, പാഠങ്ങളുണ്ട്. മൃഗങ്ങളെ കുറിച്ച് 28ഓളം മൃഗങ്ങളെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തരം മൃഗങ്ങളിലേക്കും സൂചന നൽകിയിട്ടുണ്ട്. കടലിനെ കുറിച്ച് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആഴത്തിലുള്ള ഇരുട്ടിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഖുർആന് കൈകാര്യം ചെയ്യാത്തൊരു വിഷയമുണ്ടോ? ഇതൊരു ശാസ്ത്രത്തിന്റെ മുമ്പിൽ ശാസ്ത്രീയ ഗ്രന്ഥമല്ലേ, മതപണ്ഡിതന്റെ മുമ്പിൽ മതത്തിന്റെ ഗ്രന്ഥമല്ലേ, ചരിത്രകാരന്റെ മുമ്പിൽ ചരിത്രത്തിന്റെ ഗ്രന്ഥമല്ലേ, സാഹിത്യകാരന്റെ മുമ്പിൽ സാഹിത്യത്തിന്റെ പൂക്കുലയല്ലേ. ഇനി ഒന്നും അറിയാത്തവന്റെ മുമ്പിലും സംഗീതം ആസ്വദിക്കുന്നതിനേക്കാൾ ആകർഷണീയമായ അവസ്ഥയില് അതാ ഖുർആനിന്റെ മാധുര്യത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരില്ലേ കേവലം പാരായണം കേട്ടിട്ട്? ഈ അള്ളാന്റെ കലാം നമ്മുടെ വീട്ടിലില്ലേ, ഷോക്കേസിലില്ലേ, കൊലായിലില്ലേ? ഇന്ന് ഖുർആൻ ഓതിയവരുണ്ടോ? ഇന്നലെ അൽകഫ് പാരായണം ചെയ്തവരുണ്ടോ? നാളെ ഓതണമെന്ന് തീരുമാനമെടുത്തവരുണ്ടോ? എന്നെ കേൾക്കുന്ന വയനാട്ടിലെ പ്രിയപ്പെട്ട ഉമ്മമാരോ, പഴയകാലത്ത് നാട്ടിലെ ഗ്രഹാന്തരീക്ഷത്തിൽ നിന്ന് മുഴങ്ങിയിരുന്നത് ഇതാ വഖഅത്ത് സൂറത്തല്ലേ, സൂറത്തുൽ മുൽക്കിന്റെ പാരായണമല്ലേ, റസൂലുള്ളാഹിന്റെ സ്വലാത്തല്ലേ? ആ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു പോകണേ. എന്നെ കേൾക്കുന്ന ഉമ്മ, എന്നെ കേൾക്കുന്ന പെങ്ങളെ, നിങ്ങളെ മക്കളെ ഖുർആന് പഠിപ്പിക്കാൻ അവസരം കൊടുക്കണേ, ഖുർആൻ പഠിപ്പിക്കാൻ അവസരം കൊടുക്കണേ. ഏതാണ് ഈ മാസം? ഈ മാസം മുത്തനബിയുടെ മാസം. അടുത്ത മാസം, ഈ 3 മാസം ഒരു കെട്ടുറപ്പുള്ള ഒറ്റ പാക്കറ്റാണ്. അത് 30 ചുരുക്കരുത്. റമദാൻ 30 എണ്ണി എന്നതാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ അപകടം. റമദാനിൽ ഫർദ് നോമ്പ് നോക്കുക എന്ന അർത്ഥത്തിൽ റമദാൻ 30 ദിവസമാണ്. പക്ഷേ റമദാനിൽ രക്ഷപ്പെടണം എന്ന അർത്ഥത്തിൽ റമദാൻ 90 ദിവസമാണ്. അങ്ങനെ റമദാനിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ പരിശ്രമത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് റജബാ. ഇപ്പം കരഞ്ഞാൽ എല്ലാ കള്ളന്മാരും നന്നാവും. റമദാൻ 1 നിങ്ങൾ പള്ളിന്റെ അകത്തൊന്ന് കരഞ്ഞാലും ശവ്വാൽ 1 പോകും. ഇപ്പം കരഞ്ഞ കള്ളന്മാര് നന്നാവും. കേരളത്തിലെ വലിയ വലിയ കള്ളന്മാരൊക്കെ പിടിച്ചുകൊടുത്ത ആളായിരിക്കുന്നത്. എന്നോട് അദ്ദേഹം ആ കഥകളൊക്കെ കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്.
മുഖം നോക്കാതെ കള്ളന്മാരെ കീഴ്പ്പെടുത്തിയ ആളാണ്. സുബ്ഹാനല്ലാഹ്. ഏത് കള്ളനും നന്നാവും, ഒറ്റ കരച്ചിൽ നമ്മൾ റജബ് കരയാണ്. ലാ യലിജുന്നാറ മംബകാ മിൻ ഖശ്യത്തില്ലാഹ്. അല്ലാഹനെ ഓർത്തുകൊണ്ട് കരഞ്ഞവൻ കത്തിക്കാളുന്ന നരകത്തിൽ കടക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയില്ലേ ഹംസത്തുൽ കറാർ ആരാ? ഹംസത്തുൽ കറാറിനെ പോലെ ലോകത്തൊരു കൊലയാളി ഉണ്ടോ? ഹംസത്തുൽ കറാറിനെ പോലെ ലോകത്ത് കൊല ചെയ്യപ്പെട്ട ഒരു ഷഹീദുണ്ടോ? ആ ഹംസത്തുൽ കറാർ എന്ന ശുഹദാക്കളുടെ നേതാവായ അസദുല്ലാ, അവരെ കൊന്നത് ആരാ? വഹശിയല്ലേ? വഹശിയെ പോലെ നിഷ്കരുണ കൊലക്ക് നേതൃത്വം നൽകിയ ഒരു മനുഷ്യൻ ഭൂമിയിൽ അതിനു മുമ്പുണ്ടായിട്ടില്ല, ശേഷമുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുന്നതുമല്ല. ഹബീബിന്റെ പിതൃവ്യനായ ഹംസത്തുൽ കറാറിനെ കൊന്നിട്ട് നെഞ്ചകം കുത്തിപ്പൊളിച്ചിട്ട് വാരിയല്ലുകൾ പിളർത്തിയിട്ട് ആ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് കരള് പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് അതാ ഹിന്ദിന് ചവച്ച് തുപ്പാൻ അവസരം കൊടുത്ത കൊലയാളിയല്ലേ മഹാനായ വഹ്ശി റളിയല്ലാഹു തആല അൻഹു. ആ കൊലയാളിയായ വഹ്ശിയുടെ പേര് കേൾക്കുമ്പോൾ ആവേശത്തോടെ ഈ മുത്തഅല്ലിം എന്ന് റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലുന്നെങ്കിലോ ആ വഹ്ശി ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാനും മാടി വിളിക്കാനോ തന്റെ പ്രിയപ്പെട്ട പിതൃവ്യനെ ഇഞ്ചിഞ്ചായി പൊടിച്ച് തകർത്ത് തരിപ്പണമാക്കി കൊന്ന് നിരപ്പാക്കിയിട്ട് മാംസകൂമ്പാരമായി മണ്ണുകൊണ്ട് കായം പുരണ്ട് കുന്നുകൂട്ടിയ ഈ മനുഷ്യനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയത് ആരാ? കാരുണ്യത്തിന്റെ കടലേ, സ്നേഹത്തിന്റെ സാഗരമേ, കൽബിന്റെ കിബിലയേ, ആത്മാവിന്റെ പ്രഭയേ, മക്കയിൽ ഉദിച്ച പ്രഭയേ, മദീനയിൽ നിദ്ര കൊള്ളുന്ന നിലാവേ, അന്നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക. ഈ മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിന്റെ ഗന്ധം ഉള്ളിന്റെ മൂക്ക് കൊണ്ട് ആവാഹിച്ചുകൊണ്ട് ആ പച്ചക്കുബ്ബയെ വിടരുന്ന കൊടകൾക്കിടയിലൂടെ സലാത്ത് സലാമുകൾ ചൊല്ലിപ്പോകുന്ന പ്രതീതിയോട് മനസ്സിൽ കണ്ടുകൊണ്ടൊരു 3 സലാത്ത് ചൊല്ലുമോ? സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആണുങ്ങൾ ഉറക്കച്ചൊല്ലിയേക്ക് ആദികളോട്, വ്യാധികളോട്, കടങ്ങളോട്, ദുരിതങ്ങളോട്, രോഗങ്ങളോട്, പ്രയാസങ്ങളോട്, ശത്രുക്കളോട് വിട പറയാൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പടച്ചവനെ ഞങ്ങളെ സ്വലാത്തിന്റെ ആളുകളാക്കണേ അല്ലാഹ്. സ്വലാത്ത് കൊണ്ട് നരകം സ്പർശിക്കാതെ സ്വർഗത്തിലേക്ക് സിറാത്ത് വിട്ടുകിടക്കുന്നവരില് പാവങ്ങളായ അടിയങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ സയ്യാത്തൊക്കെ ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ വന്ന് തൊണ്ടടറിയിട്ട് 3 ആളുകളുടെ ക്യാൻസർ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അത് കുട്ടികളാണ് പോലെ. പടച്ചവനെ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാന്ന് എനിക്കറിയില്ല. അല്ലാ, നീ സലാമത്തിന്റെ ബാബ് തുറന്നു കൊടുക്കണേ അല്ലാ. 3 കുഞ്ഞുങ്ങളുടെ ക്യാൻസർ കേട്ട് ഞെട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് ഉടനെ വേറൊരാൾ വന്ന് പറഞ്ഞു, കാണാനായി വന്നതാണ് ഉസ്താദ്, ഭാര്യ ക്യാൻസറാ, നെഞ്ചിന് ക്യാൻസറാ, കീമ ചെയ്തുകൊണ്ടിരിക്കുകയാ, ദ്വാർക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ രാത്രിയിൽ 4 ക്യാൻസർ രോഗികൾ കേട്ടുകൊണ്ടാ ഈ വിനീതൻ പ്രസംഗിക്കാനിരിക്കുന്ന. അല്ലാഹുവേ, അവർക്ക് നീ സലാമത്തിന്റെ ബാബുകള്, ഷിഫായുടെ ബാബുകള് തുറന്നു കൊടുക്കണേ അല്ലാ. ഷാഫിനിയാണ്, കാഫിനിയാണ്, നീ ഷിഫയാക്കണേ അല്ലാ. മറ്റുള്ളൊക്കെ കാരണങ്ങളല്ലേ, ഷാഫി അല്ലല്ലേ. മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഒരിക്കൽ അതിശക്തമായിട്ടുള്ള തലവേദന ഉണ്ടായി. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ആ തൂരി സിനാ മലന്റെ അടി പോയാൽ അവിടെ ഒരു ചെടി ഉണ്ട്, അത് പറിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി, യൂസ് ചെയ്ത് തലവേദന മാറിപ്പോകുന്നു.
മൂസാ അലൈഹിസ്സലാം ഓടിപ്പോയി. അടുത്ത് ഉപയോഗിച്ചപ്പോ തലവേദന മാറി. ഇതേ തലവേദന പിന്നെ ഉണ്ടായി. അപ്പൊ മൂസാ നബിക്ക് നല്ല ധൈര്യം ഉണ്ട്. കാരണം നിങ്ങൾ പറയും, അവിടെ സാധനം ഉണ്ടല്ലോ, ഇനി എന്താ നോക്കിക്കാന്. ഓടി അതെടുത്ത് ഉപയോഗിച്ചപ്പോ തലവേദന കൂടി. തലവേദന ഓവറായി. ആ കലുഷ തലവേദന കൊണ്ട് പ്രയാസപ്പെടുമ്പോ അല്ല വെച്ച് എന്താ അങ്ങനെ തലക്ക് ഒഴിഞ്ഞ് പ്രയാസപ്പെട്ടിരിക്കുന്നു. ആ മരുന്ന് തന്നെയല്ല പടച്ചോനെ ഉപയോഗിച്ചത്, അപ്പൊ വേദന കൂടിയിട്ടുണ്ടല്ലോ പറഞ്ഞു. ആദ്യം നിങ്ങൾ പോയത് ഞാൻ പറഞ്ഞിട്ടാണ്. ഇപ്പൊ നിങ്ങൾ പോയത് മരുന്നുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ്. മരുന്നിന് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല മൂസ. മരുന്നുമ്മ ഫലം ചെയ്യുന്നത് ഞാനല്ലേ ഷാഫി. നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോകണ്ടേ? സുബ്ഹാനല്ലാഹ്, എല്ലാം അള്ളാന്റെതല്ലേ. എല്ലാത്തിലും പണിയെടുക്കുന്നത് അള്ളാഹു അല്ലേ. നമ്മൾ സാധാരണ വർത്താനം എന്താ ഉസ്താദേ, ആ ഡോക്ടറെ അടുത്ത് പോയി, ഈ ഹോസ്പിറ്റലിൽ പോയി, മറ്റോടത്ത് പോയി സർജറി എടുത്തി, ഇവിടുന്ന് ഒരുപാട് കുടി കുടിച്ച് ഒന്നുകൊണ്ടും മാറില്ല. ഇപ്പൊ അള്ളാനെ ഏൽപ്പിച്ചിരിക്ക. എപ്പോ? ഈ 5 എണ്ണം കഴിഞ്ഞിട്ട്. ഇങ്ങനെ എത്രയോ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എത്രയോ ആളുകൾ ആ ഹോസ്പിറ്റലിൽ പോയി, ഈ ഹോസ്പിറ്റലിൽ പോയി, യുനാനി പോയി, ആയുർവേദിക്ക് പോയി, പച്ചമരുന്ന് സേവിച്ചു, അലോപ്പതിക്കാരന്റെ ഗുളികന്റെ കെട്ട് വാങ്ങി, ഒന്നുകൊണ്ടും മാറിയില്ല. ഞാൻ ഇപ്പൊ അള്ളാനെ ഏൽപ്പിച്ചിരിക്കാന്ന് പറയും. അങ്ങനെ ഉണ്ട് ഒരു ഏൽപ്പിക്കല്. അപ്പൊ അലോപ്പതിക്കാരനെ തോന്നുമ്പോ അള്ളപ്പ ഡോക്ടറാണോ? നമുക്ക് കുറെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഡോക്ടറെ അള്ളായിട്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ കൽബ് മൊത്തം വേറെ കുറെ കയറി കൂട്ടിയിട്ടുണ്ട്. അതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാം അള്ളാന്റെതാണ്. അവിടെ ചില ആളുകൾ അഭൗതികം ഭൗതികം എന്നിട്ട് ഡിഫറൻസ് പറയാണ്. അങ്ങനെ എന്തിനാ? ഭൗതികമാണെങ്കിലും അഭൗതികമാണെങ്കിലും ഒക്കെ അള്ളാന്റെതാ. എന്താ വ്യത്യാസം എന്നറിയോ? നമ്മൾ ഭൗതിക മാധ്യമങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു, ആർക്കും അതിൽ തർക്കമില്ല. അഭൗതിക മാധ്യമങ്ങളായ അമ്പിയാക്കളെ ഔലിയാക്കളെ പറഞ്ഞാൽ ചില ആൾക്കാർക്ക് തുടങ്ങി കീർക്കളകല്. അവിടെയാണ് ഇപ്പൊ ഈ ശിർക്കും തൗഹീദൊക്കെ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഭൗതിക മാധ്യമങ്ങളിൽ ഒരു ചർക്കമില്ല. ഭൗതിക മാധ്യമങ്ങൾ സ്വയം കഴിവുണ്ടോ സുഹൃത്തെ? ഹജറുൽ അസ്വദിന്റെ അവിടെ പോകും, അവിടെ പോയി മുത്തും. മാത്രമല്ല ഹജറുൽ അസ്വദിന്റെ അവിടെ പോയിട്ട് നെറ്റ് വെക്കും, മൂക്ക് വെക്കും. കാബം കല്ലാണ്, അതിനെ പ്രദക്ഷിണം ചെയ്യും. ഒന്നും തർക്കമില്ല. പക്ഷെ ഒരു സയ്യിദിനെ കണ്ടു മുത്തി അവിടെ തർക്കം തുടങ്ങി. എന്നാ പിന്നെ ഇത് കല്ലും അല്ല, ഇത് മനുഷ്യനുമാണ്. തർക്കം കല്ലിന്റെ അവിടെ അല്ലേ വേണ്ടത്, മനുഷ്യന്റെ അവിടെയാണോ? തർക്കിക്കുകയാണെങ്കിൽ തർക്കം എവിടുന്ന് തുടങ്ങണം? ഒരു കല്ലിനെ പോയി മുത്തിയേ. അതാണെങ്കിലോ വസ്വാസ് ഉണ്ടാകാൻ സാധ്യതയുള്ള മുത്തലുമാണ്. കാരണം ഈ കല്ലിനെ പ്രദക്ഷിണം ചെയ്യലും മുത്തലും വേറെ ആൾക്കാരുടെ പണിയാണ്. ശബരിമലയിൽ പോയിട്ട് ഇപ്പൊ എന്താ നടക്കണേ? ഗുരുവായൂർ പോയിട്ട് എന്താ നടക്കണേ? പ്രത്യക്ഷത്തിൽ അതന്നെയല്ലേ ഇപ്പൊ കാപത്തികളും നടക്കണേ? പ്രത്യക്ഷത്തിൽ നോക്കണേ, മുഴുവൻ കേൾക്കണേ. പ്രത്യക്ഷത്തിൽ നടക്കണ അതന്നെയല്ലേ? എന്താണ് വ്യത്യാസം? ആ വ്യത്യാസം പഠിച്ചാൽ കേരളത്തിൽ ഒരിക്കലും വിധ്വംസക പ്രവർത്തനങ്ങളോ വിവാദ പ്രസ്താവനകളോ ഒരാളും ഇറക്കൂല. കാഴ്ചയിൽ രണ്ടും സെയിമാണ്. അവിടെ നടക്കണേ കല്ലിനെ പ്രദക്ഷിണം ചെയ്യാം. ഇനി ഒന്നും കൂടി ഞാൻ പറയാം, ഏകദേശം ഇഹ്റാമിന്റെ തുണി എടുക്കും പോലെയാണ് അവർ എടുത്തുക്കുന്നത്. ഒന്ന് പുതക്കുക, ഒന്ന് ഉടുക്കുക, കളറ് മാത്രം വ്യത്യാസമുള്ളൂ. കളറ് മാത്രല്ലേ വ്യത്യാസമുള്ളൂ. ഒന്ന് എടുത്തുക്കണം, ഒന്ന് പോച്ചിക്കണം. ഇങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഇഹ്റാമും. എവിടെയാ സുഹൃത്തെ വ്യത്യാസം? ആ വ്യത്യാസം മനസ്സിലാക്കിയാൽ മഹാന്മാരെ ബഹുമാനിക്കുന്നിടത്ത് ഒരിക്കലും വിവാദം ഉണ്ടാക്കൂല. അള്ളാഹു എല്ലാവർക്കും ഹിദായത്തിന്റെ ബോധം പ്രദാനം ചെയ്യട്ടെ. ഈ ഉമ്മത്ത് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട സമയത്ത് ഇപ്പോഴും കൊഞ്ഞനം കാണിച്ച് ഉമ്മത്തിന് വികൃതമാകുന്ന അവസ്ഥയിൽ നിന്ന് എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അങ്ങനെയാണെങ്കിൽ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി, അത് ദുനിയാവിന്റെ രക്ഷക്കാണെങ്കിലും ആഖിറത്തിന്റെ രക്ഷക്കാണെങ്കിലോ, അള്ളാഹു ഭൂമിയിൽ വ്യവസ്ഥാപിതമായി സുശക്തമായി സ്ഥാപിച്ച മാധ്യമമല്ലേ മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം
സ്വഹാബാക്കൾ കണ്ടോ, ദുനിയാവിൽ ഒരു വിഷമം വരുമ്പോൾ അവർ സമീപിക്കുന്നു മുസ്തഫ നബിയുടെ അടുത്തേക്ക്. സലമത്ത് റളിയല്ലാഹു തആലാനുവിന്റെ കാലിന് യുദ്ധത്തിൽ പരിക്കേറ്റപ്പോൾ അവരുടെ തണ്ടങ്കാടിന് ശക്തമായിട്ടുള്ള പരിക്ക് വന്ന് നടക്കാൻ കഴിയാത്ത പ്രയാസമായപ്പോൾ പ്രയാസപ്പെട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് ആ വിഷയത്തില് അതാ വിഷമം പ്രകടിപ്പിച്ച സമയത്ത് മുത്തു മുസ്തഫ അവരുടെ തണ്ടങ്കാലിനെ ഒന്ന് ഒടിഞ്ഞുകൊണ്ട് മന്ത്രിച്ചപ്പോൾ അത് പൂർവാവസ്ഥയിലേക്ക് തിരിച്ചുപോയി സുഖപ്പെട്ടു എന്ന് ചരിത്രം പറഞ്ഞാൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പലതും കേട്ടിട്ട് ഒന്നും ക്ലിക്കാവാതെ അതാ അവർക്ക് മെമ്മറി പവർ ഇല്ലാത്തത് കൊണ്ട് ഒന്നും മനപ്പാടമാവാത്ത പ്രയാസത്തില് ഈ പ്രയാസത്തിന്റെ വേലിയേറ്റം ഇറക്കി വെക്കാൻ അവര് പോയത് റസൂലുള്ളാഹിന്റെ സമീപത്തേക്കാൾ. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാ. യാ റസൂലല്ലാഹ് ഇന്നി അസ്മഉ മിൻക ഹദീസൻ കസീറാ, ഞാൻ ധാരാളമായ ഹദീസ് അങ്ങിൽ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഫഅൻസാഹു യാ റസൂലല്ലാഹ്, കേൾക്കുന്നതൊക്കെ ഞാൻ മറക്കുന്നതാണ് നബിയേ, മെമ്മറി പവറില്ല നബിയേ. മെമ്മറി കിട്ടണില്ല നബിയെ, കേൾക്കണൊക്കെ മറക്കാന്ന് പറഞ്ഞു. അവിടെ എന്താ മരുന്നുണ്ടോ? അവിടെ കഷായം ഉണ്ടോ? 3 നേരം ഒലക്ക വലുപ്പുള്ള ഗുളിക എഴുതി കൊടുക്കുന്ന ആളാണോ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒന്നുമില്ലല്ലോ. പിന്നെ എന്താണ് ഈ വന്ന അവരെ വരാൻ പ്രേരിപ്പിച്ച എന്തെന്നാ? ഇവിടെ പോയാൽ അതിന് ആത്മീയമായ ഇടപെടൽ ഉണ്ടാവും എന്ന വിശ്വാസമാണ്. അത് ഇടപെട്ടും ചെയ്തു. ഈ സങ്കടം പറഞ്ഞ ശിഷ്യനോട് എന്താ പറഞ്ഞതെന്നറിയോ? അവരെ തോളിലൊരു ഷാൾ ഉണ്ടായിരുന്നു. പറഞ്ഞു ലുമ്മ ഉപസത്തിൽ ഇതാക്ക, ആ ഷാളൊന്നും ഇങ്ങോട്ട് പിടിച്ച് നീട്ടിക്കൂടുകയാണ്. ഇതിന് പരിഹാരമാണ്. ഇപ്പൊ മറവിക്ക് പരിഹാരമാണ്. ലോകത്ത് ഇങ്ങനെ ഒരു പരിഹാരം ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളൂ, പിന്നെ ഉണ്ടായിട്ടില്ല. മറവിക്ക് പരിഹാരം ഉപസത്തിൽ ഇതാക്ക, ആ ഷാള് നീട്ടിക്കൊണ്ടാന്ന്. അബൂ ഹുറൈറ ഷാള് എടുത്ത് നീട്ടിക്കൊടുത്തു. പിന്നെ അന്തരീക്ഷത്തെ ഇങ്ങനെ പിടിച്ചിട്ട് വാരിയിടുകയാണ്. ഫഗറഫ ബിയദിഹി 3 മർറ. കാഴ്ചയിൽ ഒന്നുമില്ല, ഇങ്ങനെ പിടിച്ചിട്ട്. നമ്മളാണെങ്കിൽ ഒരു ഉസ്താദ് നമ്മളോട് ഇങ്ങനെ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാ? മരുന്ന് അങ്ങോട്ട് എഴുതി കൊടുക്കൂലേ? ഷാൾ എടുത്തിട്ട് മുഖത്ത് കയറിയില്ലേ? എത്ര സുഖമില്ലാത്ത ഞാൻ അറിയില്ല, എന്നാ ഞാൻ വരൂലായിരുന്നു അറിയില്ലേ? അല്ലെങ്കിൽ പറയും ഇന്നലെ വരെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഇന്നെന്താ പറ്റിയെന്ന് നോക്കൂലേ? ഇതറിയാ, ഇത് ആള് വേറെയാണ്. അന്തരീക്ഷത്തിൽ കൈയിട്ടിട്ട് ആ വിരിപ്പൊക്കെ എന്തോ വാരിയിടുക, കാഴ്ചയിൽ ഒന്നുമില്ല. അബൂ ഹുറൈറ തങ്ങൾ ഇതിങ്ങനെ നോക്കി കണ്ടു. 3 വട്ടം വാരിയിട്ടിട്ട് പറഞ്ഞു ലുമ്മ, അത് നെഞ്ഞത്ത് കണ്ട് അടക്കി പിടിച്ചുകൊടുക്കുകയാണ്. ഈ ഷാൾ എടുത്തിട്ട് അബൂ ഹുറൈറ തങ്ങള് നെഞ്ഞത്തേക്ക് ഇങ്ങനെ അടക്കി പിടിച്ച്. എന്നിട്ട് കേട്ടോ, ഫമാ നസീതു ഹദീസൻ ബഅദു, അതിനുശേഷം ഞാൻ ഒരൊറ്റ ഹദീസും മറന്നിട്ടില്ല. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അത് നിഷേധിച്ച് ഇസ്ലാമിൽ നിന്നിട്ട് എന്തു കാര്യമുള്ളത്? ഇസ്ലാമിനെ വക്രീകരിക്കേണ്ട കാര്യമില്ല സുഹൃത്തെ. ഇത് ഉള്ളതൊക്കെ ഉള്ളതാണ്. ഇതെന്തിനായി വക്രീകരിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ വക്രീകരിക്കുന്നത്? ഇത് ഉള്ളതൊക്കെ ഉള്ളതാണ്. ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറയാൻ കഴിയോ? ഇത് ലൈവായിട്ട് കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ ഹദീസ് ഇല്ല എന്ന് പറയാൻ കഴിയോ? എന്താണ് ആ വാരിട്ടത്? അങ്ങോട്ട് പറ. ആ വാരിട്ട എന്താ? അതിൽ ഗുളിക ഉണ്ടോ? അതിൽ ലേഹ്യുണ്ടോ? അതിൽ കഷായം ഉണ്ടോ? അതിൽ പച്ചമരുന്നുണ്ടോ? ഈ വാരിട്ടയിൽ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. എന്നാ ഒന്നുമില്ലാത്തൊരു സംവിധാനമുണ്ട്. അത് അംഗീകരിച്ചാലല്ലേ ഇസ്ലാം പൂർണ്ണാവുള്ളൂ. ചിന്തിക്കണേ, ഗൗരവത്തോടെ ചിന്തിക്കണേ. ഞാനൊന്നുകൂടെ ആവർത്തിക്കാ, മനുഷ്യന്റെ ഇഹപര വിജയത്തിന്റെ ക്ഷേമത്തിന്റെ സൂത്രവാക്യമാണ് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ നജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ദീർഘമായി വിനീതൻ പ്രസംഗിക്കുന്നില്ല. നല്ല മഞ്ഞുള്ള സമയമായതുകൊണ്ടാണ്. നിങ്ങൾക്കും പെട്ടെന്ന് പിരിഞ്ഞു പോവലാണ് നല്ലത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സുകൾ കോരിത്തരിക്കട്ടെ മദീനയിലേക്ക്, ഹൃദയങ്ങൾ തിരിയട്ടെ മദീനയിലേക്ക്. ഹൃത്തടം ഒരു ദർപ്പണമാകട്ടെ മുത്തു മുസ്തഫാന്റെ പ്രഭാമയമായ ലാവണ്യ കൗതുകമായ മുഖത്തിന്റെ പ്രദർശനത്തിന് വേണ്ടി
നമ്മുടെ കിനാവുകൾ അള്ളാന്റെ റസൂലിനെ പ്രാപിച്ചുകൊണ്ട് പ്രണയിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ടുള്ള ആഘോഷമാകട്ടെ. പ്രണയത്തിന്റെ പുഴ ഒഴുകേണ്ടത് മദീനയിലേക്കാണ്. കാമുകനുള്ളത് മദീനയിലാണ്. മദീനയിലെ റൗളയിൽ കിടക്കുന്നത് ഒരു വ്യക്തിയല്ല, അതൊരു പ്രപഞ്ചമാണ്, ഒരു പ്രണയമാണ്, ഒരു പ്രാണനാണ്, ഒരു ചരിത്രത്തിന്റെ പടപ്പാട്ടാണ്. ആ ഹബീബിനെ പാർക്കാനുള്ള ഭവനമായി ഖൽബ് ആരോ മാറ്റിവെക്കുന്നത് അവൻ ബുദ്ധിമാനാണ്, ഭാഗ്യവാനാണ്. ഇന്ന ബൈതന്നത സാകിനുഹു ലൈസ മുഹ്താജ നില സുറുജി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യത്തിന്നാസു ബിൽ ഹുജജി സല്ലി റബ്ബൽ ആലമീന അലാ. ഇടക്കിടക്ക് മദീനയിൽ പോകണേ ഇൻഷാ അല്ലാഹ്. ഞാൻ ഇടക്കിടക്ക് പോവാൻ ആഗ്രഹിക്കുന്നതായിക്കുന്നൊരു മുത്തഅല്ലിമാണ്. അടുത്ത മാസവും പോകണമെന്നുണ്ട്. നിങ്ങളെ ഞാൻ വിളിച്ചതല്ല, ആരും എന്റെ കൂടെ വരണ്ട. ഞാൻ അങ്ങനെ ആളെ കൂട്ടി പോകുന്നൊരു അമീറുമല്ല, അമീറായി ഇപ്പോൾ പോകാറുമില്ല, ഒറ്റക്കാണ് പലപ്പോഴും പോകാറുള്ളത്. ഞാൻ അതിനൊന്നും വേണ്ടി പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് എന്തിനാണ് മോനെ, വലാലത്തിന്റെ വിശപ്പുകയിൽ പെടാതിരിക്കാൻ, വസ്വാസിന്റെ സുനാമിയിൽ പെടാതിരിക്കാൻ, ഹിദായത്ത് കളഞ്ഞു കുളിക്കാതിരിക്കാൻ അള്ളാഹു ഭൂമിയിൽ സ്ഥാപിച്ച കളവടക്ക പ്രകാശത്തിന്റെ ദീപമാണ്. അത് എന്നെന്നും പ്രോജ്വലിച്ചു നിൽക്കുന്ന നിത്യ കന്യകയുടെ സ്വഭാവമുള്ള പ്രഭാ പ്രോജ്വലിച്ചു നിൽക്കുന്ന അതിൽ നിന്ന് ഇഷ്കിന്റെ സ്ഫുരണങ്ങൾ ഏറ്റുവാങ്ങി സ്വലാത്തു സലാമുകളിലൂടെ വർദ്ധിപ്പിക്കുന്നവൻ ഭാഗ്യവാനാണ്. അതുകൊണ്ട് ഹൃദയങ്ങൾ എവിടെയാണെങ്കിലും മദീനയിൽ പാർക്കേണ്ടതാണ്, മദീനയിൽ നിന്ന് മറുപടി കിട്ടേണ്ടതാണ്. മാമിൻ മുസ്ലിമിൻ യുസല്ലിമു അലയ്യാ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അർദ അലൈഹിസ്സലാ. ഇത് പുന്നാര മുസ്തഫാന്റെ പ്രോജ്വലമായ രാജവചനമാണ്. നിങ്ങൾ എവിടെ വെച്ചുകൊണ്ട് എനിക്ക് സലാം പറഞ്ഞാൽ എനിക്കത് കിട്ടുന്നുണ്ട്, ഞാനത് മടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരമായ ലൈവ് പ്രോഗ്രാം നടക്കുന്നത് അത് മദീനയിലാണ്, മദീനയിലാണ്. സുറുളരികൾ മുസ്തഫ വാസിദ് ഇഖാമതം ബിഹി സുർതഹ മിൻ സാവിയന ഖൽബിക സിൽസാല സാൽ താഹ ഖൽബി മുദ് അതൈതു വാദിയൻ ഖാഫമാ താബ അംവിദാദി തോഹ താലിയല്ലി താലിതാൽ മുത്തലി തിളങ്ങിടും റൗള അതിൽ നീ പാർക്ക് മങ്ങി മുങ്ങാത്തെ മനസ്സാൽ മാഹിയോരെ പാക്ക് നഖ താഴ്വരെ എത്തി നിൽക്കെ ഞാൻ ഭ്രമത്തിലായി നബി തിരുത്താവിൻചാരെ ഞാലയെത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇക്കാലത്ത് മറുപടിക്കപ്പുറം മരുന്നാണ് ഞാൻ കൊടുക്കാറുള്ളത്. മറുപടി തീരൂല. മറുപടി എത്ര പറഞ്ഞാലും ഞങ്ങൾ പോകുന്ന അടുത്ത ചോദ്യം വരും, അടുത്ത സംശയം വരും. മരുന്നാണ് ഹുബ്ബും സലാത്തും, അത് മുറുകെ പിടിച്ചോളി എന്നതാണ് ഒറ്റ വാക്കിൽ ഒറ്റ മൂലിക കൊടുക്കാനുള്ളത്. സ്വലാത്ത് അധികരിപ്പിക്കുക, സലാം അധികരിപ്പിക്കുക, നിസ്കാരത്തിൽ കാർക്കശിണ്ട, സുന്നത്തുകൾ പരമാവധി അധികരിപ്പിക്കുക. എന്നാൽ വലാലത്ത് പെടാതെ ചിരിച്ചാണ്ട് മരിക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ പറയും. മരണം എപ്പോഴാന്ന് പറയാൻ പറ്റൂല. പറയാൻ പറ്റുമോ? ഇപ്പൊ ഇക്കൂട്ടത്തിൽ ഇന്നിരിക്കണവര് നാളെ ഈ രാത്രി ഉണ്ടാവും ഉറപ്പിക്കാൻ പറ്റുമോ? എന്താ നിങ്ങൾ കാപ്പി കുടിക്കണേ കുടിച്ചോളി, പക്ഷെ ഇതിനൊന്ന് തലാട്ടിട്ടെങ്കിലും മറുപടി പറയാമല്ലോ, അല്ലല്ലേ? ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നാളെ ഇവിടെ ഉണ്ടാവും ഉറപ്പുണ്ടോ? നിങ്ങളെ കാര്യം കൊടുത്തിട്ട് എത്ര രാത്രിയാലേ ഞങ്ങൾ കരഞ്ഞേരം ആ ഭാഗത്തേക്ക് വാതിനുമായ സങ്കട. ചില ആളുകൾ നേരെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിച്ചിട്ട് ഇവിടെയാണ് ഭാര്യ താഴ്ന്നു പോയത് ഉസ്താദ്, അത് വറക്കണം എന്നത്. ആളെ കിട്ടിയിട്ട് തന്നെയല്ലേ, അതിന്റെ ഉള്ളിലാണെന്നാ പറയുന്നത്. അങ്ങനെ എത്ര ആളുകൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു രാത്രിയിൽ 500 ആൾക്കാരെ സ്വപ്നം ഒലിച്ചു പോയില്ലേ? ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ മഹല്ല് മൊത്തം പോയില്ലേ? ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ ഒരു അദ്ദേഹം വഫാത്തിന്റെ 2 ദിവസം എനിക്ക് ഫോൺ ചെയ്ത ആളാണ് ഈ ഫൈസി. ഒരു വാതിന് ബുക്ക് ചെയ്യാൻ വേണ്ടി ഫോൺ ചെയ്ത ആളാണ്. അദ്ദേഹം മരിക്കുന്നതിന് 2 ദിവസം മുമ്പ്.
ഒറ്റ രാത്രിയിലല്ലേ എല്ലാം പൊലിഞ്ഞത്. അതിപ്പോ മുണ്ടൈക്ക് മാത്രം അവസാനിച്ചു നമ്മൾ കരുതിയത്. ഇപ്പൊ അമേരിക്കയിൽ എന്താ സംഭവിച്ചത്? 10 ആള് മരിച്ചു എന്നുള്ളത് മാനം കാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ഈ 2024-25 ഇടയിൽ 25 ആകുന്നതിന്റെ ഒരാഴ്ചക്കിടയിൽ 2 ഫ്ലൈറ്റ് അപകടം ഒന്നായിട്ടുണ്ടായിട്ട് 200 ആളുകൾ കത്തിക്കരിഞ്ഞില്ലേ. എന്നിട്ടല്ലേ നമ്മളെ കുട്ടികൾ പടക്കം പൊട്ടിച്ചത്. ഇതെല്ലാം കണ്ട കുട്ടികളാണല്ലോ കോണട്ടിട്ട് പാതിരാവിനെ പകലാക്കി പടക്കം പൊട്ടിക്കുന്നത്. 12 മണിക്ക് ഉറക്കൊഴിച്ചുകൊണ്ട് പടക്കം പൊട്ടിക്കുന്നതിൽ പരിശോധിച്ചാലൊക്കെ ഈ ഉമ്മത്തിലെ ആജിക്കന്മാരുടെ മക്കളാ. അവിടെ കുമാരനെയും പറങ്കോടനെയും ജോസഫിനെയും കാണൂല. കാരണം 11 മണിക്ക് ശേഷം ഉറക്കൊഴിക്കാൻ അവരെ കിട്ടൂല. നമ്മളെ കുട്ടികളാ. നമ്മളെ കുട്ടികൾക്ക് എന്ത് പറ്റി? നമ്മളെ കുട്ടികൾക്ക് ആഘോഷിക്കണം, തുള്ളണം, ചീറ്റണം, പൊട്ടണം. ചിന്തിക്കണേ, ചിന്തിക്കണേ. എന്റെ നാടിന്റെ തൊട്ടടുത്ത് പൂരപ്പറമ്പ്, പൂരം നേർച്ചയെന്ന് പേരിട്ടുകൊണ്ട് നടക്കുന്ന പൂരപ്പറമ്പില് ആന മതമിളകിയിട്ടു ഒരു മനുഷ്യനെ തൂത്തെറിഞ്ഞില്ലേ. തുള്ളല് കൂടിയതല്ലേ. തുള്ളല് കൂടിയതാ. ആനയെ വെച്ചിട്ട് ആനന്റെ പണിയെടുക്കാവുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് പണിയെടുക്കരുത്. അത് ഞാൻ പറയില്ല, പാപ്പാൻ പറഞ്ഞതാ. എനിക്കത് ബുഖാരി മുസ്ലിം നോക്കിയിട്ട് പറയാൻ പറ്റൂല. ഞാൻ കുറെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എങ്ങനെയപ്പോ ഈ ചുഴറ്റി എറിഞ്ഞെന്ന്. അപ്പൊ പിറ്റേന്ന് പാപ്പാന്റെ വോയിസ് ഞാൻ കേട്ടു. അദ്ദേഹം പറയാണ്, ഓരോ ആളുകൾ വന്നിട്ട് കൊമ്പ് പിടിച്ച് കുലുക്കല്ലേ, തുമ്പിക്കൈ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കല്ലേ. എന്നിട്ട് മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, അതാ എന്നെ വല്ലാതെ ഷോക്കേൽപ്പിച്ചത്, എല്ലാം കള്ളു കുടിച്ച് തുള്ളുകയല്ലേ. എവിടെയാടാ ഈ കള്ളുടിച്ച് തുള്ളുന്നത്? മഹാന്മാരായ ഔലിയാക്കളുടെ മക്കാമിൽ. നിന്നെ പടച്ചം വെറുതെ വിടുന്നാ കരുതിയേ? മഹാന്മാരുടെ ഔലിയാക്കളുടെ മക്കാമിൽ കള്ളു കുടിച്ചു തുള്ളുക, ഇതിന്റെ പേരാണോ ഉറൂസ് എന്ന്? നിനക്കാരാണ് ഇതിന് ഉറൂസ് എന്ന് പേരിട്ടത്? പൂരപ്പറമ്പ് ഉറൂസാണോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെ നല്ലത് വല്ലാണ്ട് നടക്കുന്നുണ്ടാവും, യാസീനോത്ത്, ഫാത്തിയോത്ത്. ഞാൻ അതിനൊന്നും എതിരല്ല. അവിടെ അന്നദാനം കൊടുക്കുന്നുണ്ടാവും, അതിനും എതിരല്ല. പക്ഷെ തമ്മാടിത്തരത്തിന് മാത്രം ഒരു വിങ് പ്രവർത്തിച്ചാൽ അതിന്റെ പേരിൽ എന്ത് പേരിട്ടാലും പടച്ചോണ്ട് പരലോകത്ത് പെട്ടുപോകും. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം കഴുതപ്പുറത്തിരുന്നു കൊണ്ട് സൊറ പറഞ്ഞ് ചിരിക്കുന്ന കുറച്ച് കുട്ടികളെ കണ്ടപ്പോൾ അള്ളാന്റെ റസൂല് പറയുകയാ, നിങ്ങൾ ആ കഴുതയെ നിങ്ങൾക്ക് വഴിയോരങ്ങളിൽ സൊറ പറഞ്ഞ് ചിരിക്കാനുള്ള കസേരകളാക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൃഗത്തിനോട് എല്ലാത്തിനോടൊരു ബാധ്യത, ഒരു ഹക്കുണ്ട്. മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅലുക്കും ലഅല്ലക്കും തദക്കറൂൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നു, ഇഹ്സാൻ എന്ന സ്ഥലത്ത് നിന്റെ വീട്ടിൽ കോഴിക്കൂട്ടിൽ ഒരു കോഴിയുണ്ടെങ്കിൽ ആ കോഴിക്ക് നീ ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ, ആ കോഴിയെ സമയത്ത് നീ പുറത്തിറങ്ങാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ, ആ കോഴിക്ക് വെള്ളം കൊടുക്കാതെ നീ കൂട് അടച്ചു പൂട്ടിയിട്ടുണ്ടെങ്കിൽ നീ പൂർണ്ണ വിശ്വാസിയല്ല എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോഴിയാണെങ്കിലും പക്ഷിയാണെങ്കിലും മൃഗമാണെങ്കിലോ അതിനോട് ചേരാത്തത് അതിനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ മുമ്പിൽ ഒരു ചെറിയ പയ്യൻ ഒരു പക്ഷിക്കുഞ്ഞുമായി കടന്നു വരികയാണ്. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഇത് അങ്ങേക്ക് കാണിക്കയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്, അങ്ങയുടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ മുസ്തഫ നബി ആ കുഞ്ഞിനോട് ചോദിച്ചു, ഈ പക്ഷിക്കുഞ്ഞിനെ എവിടെ നിന്നാണ് കിട്ടിയത്? അത് എന്റെ വളപ്പിലെ മരത്തിന്റെ പൊത്തിൽ കഴിയുന്ന പക്ഷികളാ, അതിനൊരു തള്ളയുണ്ട്, 2 കുട്ടികളുമുണ്ട്. അങ്ങയുടെ അരികിലേക്ക് വരുമ്പോൾ ഒരു സമ്മാനം തരണ്ടേ എന്ന് കരുതിയിട്ട് ഞാൻ ഈ പക്ഷിക്കുഞ്ഞുമായി വന്നതാണ് നബിയേ. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാ മരത്തിൽ കയറിയത്, പ്രയാസപ്പെട്ടുകൊണ്ടാ ആ പൊത്തിൽ കൈയിട്ടത്, പ്രയാസപ്പെട്ടുകൊണ്ടാ പക്ഷിയുമായി തിരിച്ചു വന്നത്. ഞാൻ വരുന്ന സമയത്തൊക്കെ ഇതിന്റെ തള്ളപ്പക്ഷി എന്റെ തലക്ക് വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. ആട്ടിയാട്ടി അങ്ങയുടെ തൃപ്തിക്ക് വേണ്ടി കൊണ്ടുവന്നതാ, സ്വീകരിച്ചാലും യാ റസൂലല്ലാഹ്. പറഞ്ഞു തീരേണ്ട താമസം ഐനുർ റഹ്മത്തിന്റെ കവിൾക്കടങ്ങുള്ളൂ കണ്ണുനീര് കൊണ്ട് നിറയുകയാ. ഉമ്മയെയും മക്കളെയും ഭിന്നിപ്പിക്കല്ലേ, വിട്ടുപിരിക്കല്ലേ മോനെ. ഏത് കളകൂജനം നടത്തുന്ന പൊത്തിലാണ് ഈ പക്ഷിക്കുഞ്ഞ് പാർത്തിരുന്നതെങ്കിൽ അവിടെ കൊണ്ടുപോയി വെച്ചു കൊടുക്കണം മോനെ.
അതാണ് എന്റെ സന്തോഷമെന്ന് കാരുണ്യത്തിന്റെ കടലായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. പക്ഷിയോട് അതവുണ്ട്, ആനയോട് അതവുണ്ട്, മൃഗങ്ങളോട് അതവുണ്ട്, സസ്യങ്ങളോട് അതവുണ്ട്, അയൽവാസികളോട് അതവുണ്ട്. അയൽവാസി പട്ടിണി കിടന്നാൽ അതാ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ സമയത്ത്, ലൈസമിന്ന എന്ന് പറഞ്ഞ സമയത്ത് അയൽവാസി ശംസുദ്ദീനാവണം എന്ന് പറഞ്ഞിട്ടില്ല, അയൽവാസി ജമീലയാകണമെന്ന് പറഞ്ഞിട്ടില്ല. നിന്റെ അയൽവാസി കുറിയിട്ട അയ്യപ്പനാണെങ്കിലോ മാലയിട്ട ജോസഫേട്ടനാണെങ്കിലോ അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് സുഭിക്ഷ ഭക്ഷണം കടിച്ചുകൊണ്ട് ഏമ്പക്കം വിട്ട് നീ വീട്ടിൽ കിടന്നുറങ്ങിയ അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട സ്വഭാവമല്ല എന്ന് പരസ്യമായി ലോകത്തെ പ്രഖ്യാപിച്ച ആളല്ലോ മാനവികതയുടെ നേതൃത്വം കൊടുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. റസൂലുള്ളാഹിനേക്കാൾ മാനവികതയുള്ളവരുണ്ടോ? സൗഹാർദ്ദമുള്ളവരുണ്ടോ? അടിമ വിമോചകനുണ്ടോ? സ്ത്രീ വിമോചകനുണ്ടോ? ദാനധർമ്മം നടത്തിയവരുണ്ടോ? സത്യസന്ധനുണ്ടോ? നീതിമാനുണ്ടോ? ഭരണാധികാരിയുണ്ടോ? മനുഷ്യത്വത്തിന്റെ സമ്പൂർണ്ണ പ്രതീകമല്ലേ മുഹമ്മദ് മുസ്തഫ. ഇപ്പം ചിലര് ചോദിക്കാം എന്താ അടിമത്തം പൂർണ്ണമായിട്ട് നിരോധിക്കാത്തതെന്ന്. എടോ, അടിമത്തം പൂർണ്ണമായിട്ട് നിരോധിക്കാത്ത എന്താണെന്നറിയോ? ഇത് സാർവലൗകിക മതമാണ്, അതുകൊണ്ടാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഹബീബായ നബി അന്ന് അടിമത്തം പൂർണ്ണമായിട്ടാണ് നിരോധിച്ചത്. ഇനി അടിമത്തം പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇനി യുദ്ധം ഉണ്ടാവില്ലെന്ന്? ഇനി അഥവാ ഒരു യുദ്ധം ഉണ്ടായി, യുദ്ധം ഉണ്ടാവില്ല എന്ന് അന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? അടിമത്തം നിരോധിക്കാൻ പറ്റുമോ? പക്ഷെ യുദ്ധം ഉണ്ടാകാൻ പറ്റൂല എന്ന് അന്ന് റസൂല് പറഞ്ഞാൽ പിന്നെ ലോകത്ത് യുദ്ധം ഉണ്ടാവൂലേ? യുദ്ധം എപ്പോഴും നടക്കണില്ലേ? യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരൊക്കെ അടിമകളല്ലേ? ഈ അടിമകൾ എന്ത് ചെയ്യും? അടിമത്തൊക്കെ നിരോധിച്ച്. അപ്പൊ ഞാൻ പിടിക്കാൻ പാടില്ല. അപ്പൊ ഇനി ഇവരെ എന്ത് ചെയ്യും? ഒരാൾക്കപ്പോ ഒരു 200 പെണ്ണുങ്ങളെയും 300 ആൺകുട്ടികളും കിട്ടി, എന്താ ചെയ്യാ വരെ? അപ്പൊ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ പൂർണ്ണമായിട്ട് നിരോധിക്കുക. അപ്പൊ എന്ത് ചെയ്ത്? നിരോധിത മേഖലയെ സമർത്ഥമായും അതിബുദ്ധിപരമായും പരിചയപ്പെടുത്തി. ഓരോന്നിനും അടിമത്ത വിമോചനം വലിയ സുഹൃതമായി പരിചയപ്പെടുത്തി. അതല്ലേ ബുദ്ധി, അതല്ലേ ആ ഇൻസാനുൽ കാമിൽ മുഹമ്മദ് മുസ്തഫ. അല്ലാതെ നീ പറയുന്ന വിട്ടിത്ത് വിളമ്പുള്ള ആളാണോ? നമ്മൾ പറയുന്ന വിട്ടിത്ത് വിളമ്പുള്ള ആളാണോ? ലോകത്ത് ഒരു യുദ്ധം നടക്കൂല എന്ന് ഉറപ്പാണെങ്കിലല്ല അടിമത്തം നിരോധിക്കാൻ പറ്റുള്ളൂ. ഇസ്ലാമിൽ റസൂലുള്ളാഹിന്റെ ശരീഅത്തിൽ ഒറ്റ അടിമയുള്ളൂ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടത്. മറ്റുള്ള എല്ലാ അടിമ കച്ചവടം നിരോധിച്ചിട്ടുണ്ട്. ഒറ്റന്നുള്ളൂ യുദ്ധത്തിൽ. അവരെ പിന്നെ എന്താ നമ്മൾ ചെയ്യാ? അവരെ തീറ്റി പോറ്റണ്ടേ? അവർ നമ്മുടെ കസ്റ്റഡിയിലല്ലേ? ഭർത്താക്കന്മാര് മരിച്ചിട്ടുണ്ടാവും, വാപ്പാര് മരിച്ചിട്ടുണ്ടാവും, ചിലപ്പം കുടുംബത്തിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. ഇതിനെ പുറത്താക്ക്, അടിമത്തം വിടില്ല, പുറത്താക്ക്. അടിമ എന്ന് വാക്കിലേ ഉള്ളൂ. റസൂൽ പറഞ്ഞ എന്താ? നീ ഉണ്ണുന്നത് കൊടുക്കണേ, നീ ഉടുക്കുന്നത് കൊടുക്കണേ, നിന്റെ വീട്ടിൽ താമസിപ്പിക്കണേ. അതല്ലേ ഉമയ്യത്തിന്റെ കുതിരാലയത്തിൽ കുതിരയുടെ കാഷ്ടം തലക്ക് വെച്ചുകൊണ്ട് കീറച്ചാക്ക് കൊണ്ട് ട്രൗസർ ഇട്ടുകൊണ്ട് പാതിരാവിനെ പകലാക്കി കണ്ണും തുറിച്ച് പാട്ടുപാടി കള്ളുകുടിയന്മാർക്ക് പാട്ടുപാടി കള്ളുകുടിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തിരുന്ന, മക്കൾക്ക് വേണ്ടാതെ കാലിന്റെ അടിയിലിട്ട് ഉരച്ചിരുന്ന അമ്മിക്കുട്ടി പോലെയുള്ള ഒരു കറുകറുത്ത കാപ്പിരിയില്ലോ സയ്യിദുനാ ബിലാൽ. ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ അടിമത്ത വിമോചനത്തിലൂടെ സമുന്നതമായ സ്ഥാനത്ത് ഉയർച്ചയുടെ കൊടിമുടിയുടെ മുകളിൽ കൊടിനാട്ടാൻ വേണ്ടി പരിശീലിപ്പിച്ച് ഈ ഉമ്മത്തിന്റെ നേതൃത്വ പദവിയിലേക്ക് അവരോധിച്ചത് ആരാണ്? അടിമത്വത്തിന്റെ വിമോചകനായ മുഹമ്മദ് മുസ്തഫ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു അതുകൊണ്ട് പറഞ്ഞില്ലേ, എന്റെ അതാ വീർത്ത പോലെ ബലൂണ് പോലെ വീർത്തു നിൽക്കുന്ന കറുകറുത്ത കവിളിലെ വികൃതമായ എന്റെ മുഖത്ത് മൂക്കുകൊണ്ട് ആദ്യം ഉമ്മ വെച്ചത് എന്റെ കരളിന്റെ കാതലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയാ. ഇതിനേക്കാൾ വലിയ അടിമത്ത വിമോചകൻ ലോകത്തുണ്ടോ? എന്നാൽ പൂർണ്ണമായി നിരോധിച്ചാൽ അത് അപ്രായോഗികമല്ലേ, അത് ബുദ്ധിശൂന്യമല്ലേ. പഠിക്കൂല, മുഴുവൻ പഠിക്കൂല. അത് നമുക്ക് ആവശ്യമില്ല കണ്ട് പഠിക്കുക, എന്നിട്ട് ഛർദിക്കുക. അതപ്പോ പണി. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.
നമുക്ക് ആവശ്യമുള്ള കണ്ടുപിടി. റസൂലുള്ള 6 വയസ്സിൽ വിവാഹം കഴിച്ചു. അപ്പൊ അങ്ങനെയാണ് 25 വയസ്സിൽ 40 വയസ്സുള്ള ഉമ്മാന്റെ പ്രായമുള്ള ഖദീജാവിനെ വിവാഹം കഴിച്ചത്. അത് മുണ്ടൂല. പിന്നെ ഈ വിവാഹങ്ങളൊക്കെ നടന്നത് അത് 50 വയസ്സിന് ശേഷം. 50 വയസ്സിന് ശേഷം ഹോർമോണിന്റെ പ്രവർത്തനം എങ്ങനെയാ ലൈംഗിക വിഷയത്തിൽ, അത് പഠിക്കൂല, അതിനെ കുറിച്ച് മുണ്ടൂല. ഇത് രണ്ടും കൂടി പഠിച്ചാലോ സ്വലാത്തിന്റെ എണ്ണം കൂടും ചെയ്യും. എടോ വിവാഹം പഠിക്കുകയാണെങ്കിൽ 25 വയസ്സിലെ ആദ്യത്തെ വിവാഹം അവിടെ മുതൽ നിങ്ങൾ പഠിക്കുക. പിന്നെ ഇതിൽ സംശയം ഉണ്ടാവില്ല. പിന്നെ സംശയം ഒരാളെ കുറിച്ച് പഠിക്കുമ്പോ അങ്ങനെ പഠിക്കുക, അതിന്റെ ഏറ്റവും തെറ്റ് വരെ പഠിക്കണം. എനിക്ക് ആവശ്യമില്ല പഠിക്കുക, എന്നിട്ട് കുതിര കയറി ഛർദിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ദീർഘമായി പറയുന്നില്ല പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് ഹൃദയം മിടിക്കേണ്ടത് മദീനയുടെ ഓർമ്മയിലാണ്, കണ്ണുകൾ നിറയേണ്ടത് മുത്തു മുസ്തഫാന്റെ ചരിത്രത്തിലാണ്. ഉമ്മമാരെ കുട്ടികൾക്ക് പഠിപ്പിക്കണേ ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എന്ന് കൃത്യമായി പഠിപ്പിക്കണേ. നിങ്ങൾക്ക് പുറയിലെത്തി പഠിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മദ്രസയിലേക്ക് കൃത്യമായി വിടണേ. പണ്ഡിതന്മാരുമായി കുട്ടികളെ ബന്ധപ്പെടുത്തണേ. കുട്ടികളുടെ ഹൃദയത്തിൽ ബോധമില്ലെങ്കിൽ ഇന്ന് മനുഷ്യരൂപത്തിലുള്ള പുലികൾ പാർക്കുന്ന കാലമാണ്. മനുഷ്യരൂപത്തിലുള്ള കരടുകൾ വീട്ടിൽ പാർക്കുന്ന കാലമാണ്. മനുഷ്യരൂപത്തിലുള്ള കുരങ്ങുകൾ നാട്ടിലൂടെ നടക്കുന്ന കാലമാണ്. രൂപം മനുഷ്യന്റേതാണ്, സ്വഭാവം കുരങ്ങിന്റേതാണ്. രൂപം മനുഷ്യന്റേതാണ്, പ്രവർത്തനം കുരങ്ങിന്റേതാണ്. 2024 തുടങ്ങുന്നത് 14 വയസ്സുള്ള കാലിന്റെ ചുവപ്പ് മാറാത്തൊരു ചെറിയ പയ്യന് 22 വയസ്സുള്ള ഒരാളെ കൊന്നിട്ടല്ലേ? 14കാരൻ കൊലയാളിയല്ലേ? കഴിഞ്ഞ 5 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തില് സ്വന്തം മാതാവിനെ കഴുത്തറുത്ത് കൊന്നിട്ട് ആ കൊന്നിടപ്പെട്ട ശവത്തിന്റെ നേരെ മുമ്പിൽ വെച്ചുകൊണ്ട് ആംബ്ലേറ്റ് ഉണ്ടാക്കി അതടിച്ചുകൊണ്ട് സിനിമാ പാട്ടും കേട്ട് അവിടെ വിശ്രമിച്ചതിന് ശേഷം നാട് വിട്ട ഒരു കൊലയാളിയായ മകനെ പിടിച്ചത് 3 ദിവസം മുമ്പല്ലേ? സ്വന്തം അമ്മായെ വെട്ടിക്കൊന്നുകൊണ്ട് ആ അമ്മ കിടക്കുന്ന ശവത്തില് ആ ശവം നോക്കിയിട്ട് ആംബ്ലേറ്റ് ഉണ്ടാക്കി പൊരിച്ചു തിന്ന് കർണാടകയിലേക്ക് നാട് വിടാൻ ഈ കുട്ടിയെ പാകപ്പെടുത്തിയത് MDMA ആണെന്ന് മറക്കണ്ട. 22കാരനെ കൊല്ലാൻ 14കാരനെ പാകപ്പെടുത്തിയത് MDMA ആണെന്ന് മറക്കണ്ട. ഈ MDMA ഇന്ന് വിദ്യാലയങ്ങളിൽ സുലഭമാണെന്ന് വിസ്മരിക്കണ്ട. മുറുക്കാൻ കടയിൽ കാറ്റിന് ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ വരെ ചിലത് ലഹരിയാണെന്ന് മറക്കണ്ട. മക്കളെ ശ്രദ്ധിച്ചോ, റസൂലുള്ളാഹിനെ പഠിപ്പിച്ചോ. കള്ളിന്റെ വീപ്പ വീട്ടിൽ വെച്ചുകൊണ്ട് ആ കള്ളിന്റെ വീപ്പയിൽ വീണ് കിടന്ന് ചത്തുപോയ പ്രാണികളുടെ ചിറക് പിടിച്ചുകൊണ്ട്, പ്രാണി നീ എത്ര ഭാഗ്യവതിയാണ്, ഞാൻ കള്ള് കുടിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ എത്രയായി, ഇതുകൊണ്ട് ഇതുവരെ കള്ള് കുടിച്ചുകൊണ്ട് എനിക്ക് വേറെ മുട്ടിയിട്ട് ചത്തുപോവാൻ കഴിഞ്ഞില്ലല്ലോ, കള്ള് കുടിച്ചുകൊണ്ട് ശ്വാസം മുട്ടി ചാകാൻ എനിക്കല്ലേ കഴിഞ്ഞത് എന്ന് ചിറക് പിടിച്ചുകൊണ്ട് പ്രാണികളോട് പാട്ടുപാടി പ്രതീകാത്മകമായി സംസാരിച്ചിരുന്ന കള്ളിന്റെ പ്രണയികളായ, കള്ളിന്റെ ആളുകളായ, വക്താക്കളായ, കള്ളിൽ ജീവിച്ചുകൊണ്ട് അതിന്റെ രസത്തിൽ ലയിച്ചു പോയ ആളുകള് പിന്നെ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു പറമ്പിൽ ഒരല്പം പുല്ലുള്ള സ്ഥലത്ത് കള്ളിന്റെ ഒരു തുള്ളി ഉറ്റിയാൽ ആ കള്ളുള്ള ഭൂമിയിലൂടെ ഒരു ഒട്ടകം നടന്നുപോയി എന്നറിഞ്ഞാൽ ആ ഒട്ടകം ആരുടെ വീട്ടിലുള്ള ഒട്ടകമാണ് എന്ന് തിരിച്ചറിയാതെ വന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടകമാംസം കഴിക്കൂല, ആ കള്ളുറ്റിയ ഭൂമിയിലെ പുല്ല് തിന്ന ഒട്ടകമാവാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ കള്ളു കുടിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് കള്ളിന്റെ അടിമകളെ കള്ളിന്റെ ബദ്ധവൈരികളാക്കിയത് ആരാണ്? അല്ലാഹുവിന്റെ കലാമാ, അതിന്റെ അധ്യാപകനാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇന്നി തിയാ ريح الصبا يوما إلى أرض الهران بلغ سلامي روضة فيها النبي المحترم أكبادنا مجروحة من سيفه جر المصطفى يا سيدي ارحم لنا يا سيدي ارحم لنا കാറ്റേ കാറ്റേ റൗളയിലായി വിശുന്നറ എത്തിക്കുമോ പാപിയമേന്നിൽ
ഇന്നൊരു അഭിവാദന വചനങ്ങളായി ആത്മാവുകൾ നോവുകയാൽ വേർപാടിനാൽ യാ നബിയേ യജമാനരേ കൃപ ചെയ്യണേ യജമാനരേ കൃപ ചെയ്യണേ അല്ലാ 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا بها رزقا حلالا طيبا مباركا فيه يا الله.